അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമം സ്വസ്ഥം ചെയ്യുന്ന കർത്താവേ, കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, കുഞ്ഞുങ്ങളുടെ രോഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ ബന്ധുക്കൾ സ്വന്തപ്പെട്ടവർ ആശുപത്രി രോഗികളെ കിടക്കുന്ന സ്വന്തം പ്രാർത്ഥിക്കുന്നു. ഈശോ മാറാത്ത രോഗങ്ങളെ ഓർത്തോർത്ത് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. എത്രത്തെ മരുന്ന് കഴിച്ചിട്ടും പിന്നെയും മാറി കർത്താവ് പിന്നെയും രോഗങ്ങൾ, അതേ രോഗങ്ങൾ തന്നെ കർത്താവ് കുറച്ചു നേരം ശമിക്കും, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെയും തിരിച്ചു വരും. എന്തിനാണെന്ന് അറിയാൻ പാടില്ല, മനസ്സ് കലങ്ങി ഇടിഞ്ഞു പോയവർ കർത്താവിൻ്റെ രക്തത്താൽ യേശുക്രിസ്തു നാമത്തിൽ ഈ നിമിഷം സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ കടകമ്പോളങ്ങൾ നടത്തുന്നവർ, ചെറിയ വ്യവസായങ്ങൾ നടത്തുന്നവർ, അതുകൊണ്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നവരും കുടുംബം പോറ്റുന്നവരും അവർക്കുണ്ടാകുന്ന തടസ്സങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. വിൽക്കാനുള്ള വസ്തുക്കൾ, വാങ്ങാനുള്ള വസ്തുക്കൾ, അതുപോലെ തന്നെ വെക്കാനുള്ള പുരകൾ,
പുരവെക്കാനുള്ള സ്ഥലങ്ങൾ എല്ലാം കർത്താവിൻ്റെ പരിശുദ്ധമായ രക്തം തളിച്ചുകൊണ്ട് അത് നാളുകളായി നിലനിൽക്കുന്ന ദോഷങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നു. നിൻ്റെ യാത്രകളെല്ലാം ലക്ഷ്യങ്ങളെല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിത്യം പിതാവ് പുത്രനും പരിശുദ്ധാത്മാവിലും നയിക്കുവാമേ. ഈ സ്വർഗസ്ഥനായ പിതാവ് എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ആത്മാർത്ഥമായിട്ട് ചങ്കക്കൊണ്ട് പ്രാർത്ഥിക്കണം. കാര്യം പ്രാർത്ഥന ലക്ഷ്യവും ഉദ്ദേശവും ഒക്കെ അതിലുണ്ട്. അതിൻ്റെ അപ്പുറത്തെ ലക്ഷ്യം പ്രാർത്ഥനയ്ക്കില്ല. അന്നു വേണ്ട ആഹാരം അതിൻ്റെ അകത്തുണ്ട്, എല്ലാ കാര്യവും അതിൻ്റെ അകത്തുണ്ട്. എവറിത്തിങ് ഈസ് ദെയർ. അപ്പം അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത്, ഇതെല്ലാം നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ഈ പ്രാർത്ഥന പോലും ഒരു പുതിയ സ്നേഹം ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പം നിൻ്റെ വൈഫ് വഴക്കിട്ട് പോയി, എന്നിട്ടും നീ ദൈവത്തോട് വഴക്കിടാതെ, അല്ലെങ്കിൽ തന്നെ നീ എപ്പോഴും നായ്ക്ക് 100 വട്ടം അവൾ പോയി ഈശോ അവളെ കൊണ്ടുവരണേ, കുഞ്ഞുങ്ങളെ കൊണ്ടുവരണേ, അല്ലെങ്കിൽ അവൻ പോയി ഇട്ടച്ചും പോയി അവൻ വിളിക്കണില്ല. നീ രാവിലെ ഭർത്താവ് നിന്നെ വിളിക്കണം. ഇന്നുണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു. എൻ്റെ മകൻ എന്നെ വിളിച്ചിട്ട് 3 കൊല്ലമായെന്നും പറഞ്ഞ് ചേടിച്ച് വന്നായിരുന്നു. അപ്പോൾ ഇവർ ഈ 3 കൊല്ലമായിട്ടും പറഞ്ഞുകൊണ്ടിരിക്കണേ, എൻ്റെ മകൻ എന്നെ വിളിക്കണില്ല കർത്താവേ, എൻ്റെ മകൻ എന്നെ വിളിക്കണില്ല കർത്താവേ, എൻ്റെ മകൻ എന്നെ വിളിക്കണില്ല എന്ന് കർത്താവ് എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി മകൻ കർത്താവായി മാറും. എന്താ കാര്യം? നമ്മൾ എന്തിന് പ്രാധാന്യം കൊടുക്കുന്നു അതാണ് നമ്മുടെ ദൈവം. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ടൈമിൽ നമ്മൾക്കൊരു വിഷയം പറഞ്ഞു, അത്യാവശ്യമായ ഒരു വിഷയമാണ്, നമ്മൾ കർത്താവിൻ്റെ തിരുസന്നിധി സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് തന്നെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന് അത് ദൈവമായി മാറും. നമ്മൾ എന്തിന് പ്രാധാന്യം കൊടുക്കുന്നു അത് ആ വ്യക്തിയാണ് നമ്മുടെ ദൈവം, അല്ലെങ്കിൽ ആ വിഷയമാണ് നമ്മുടെ ദൈവം. അപ്പം അതുകൊണ്ട് അത് ദൈവത്തിന് വിടുക. യാചനാ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവത്തെ സ്നേഹമുള്ളവരാണെങ്കിൽ അത് തന്നെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. ദൈവത്തിൽ വിശ്വാസമോ ദൈവത്തിൻ്റെ പരിപാലനയിൽ അത്ര കണ്ട് വലിയ ബോധ്യമോ ഇല്ലാത്ത ആൾക്കാരാണ് പറഞ്ഞാൽ തന്നെ പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ട് കർത്താവിനെ ഞാൻ നിലത്ത് നിർത്താതെ വിളിച്ചെന്നുണ്ടെന്ന് തന്നെ പറഞ്ഞു. കർത്താവിനെ ഇന്നൊരു അമ്മച്ചു വന്നിട്ടുണ്ടായിരുന്നു. അവർ ഉച്ച തൊട്ട് എവിടെയെല്ലാം കൃപാസനത്തിൻ്റെ ഏതെല്ലാം സ്ഥലത്ത് അവർ നിൽക്കുന്നുണ്ട് അവിടെയെല്ലാം അവർ സ്വരത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവസാനം അവർ കറങ്ങിയത് എൻ്റെ അടുത്ത് വന്ന്. അപ്പോൾ എന്താ അവരുടെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവരുടെ മകനൊരു പോലീസാണ്. ആ പോലീസ് വേറെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി കൈമുറിച്ച ഒരാളെ ഇയാളുടെ സംരക്ഷണത്തിന് ഏൽപ്പിച്ചു. പക്ഷെ ഇയാൾ ബാത്റൂമിൽ പോയ സമയത്ത് ഇവൻ ആത്മഹത്യ ചെയ്തു. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സങ്കടം. കാര്യം ബാത്റൂമിൽ പോയ സമയത്ത് ആത്മഹത്യ ചെയ്തെന്ന് അത് അപ്പം അമ്മയുടെ വിഷയം എന്ന് കഴിഞ്ഞാൽ മകനെ സസ്പെൻഡ് ചെയ്യുമോ എന്നുള്ളതാണ് സങ്കടം അമ്മയുടെ. പക്ഷേ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഇവർ പറഞ്ഞ തന്നെ അവിടെ കൃപാസനത്തിൽ വന്നിട്ട് ഉച്ച തൊട്ട് വൈകുന്നേരം 4 മണി വരെ ഇവരിതും പറഞ്ഞുകൊണ്ട് തന്നെ നിലവിളിച്ചു കഴിഞ്ഞു. അപ്പം നിങ്ങൾ എന്നോട് പറയും, പിന്നെ അച്ഛനറിയാൻ പാടില്ല, അമ്മമാരുടെ മക്കൾക്ക് ജോലി പോയ അമ്മമാരുടെ അവസ്ഥ അച്ഛനെ അറിയത്തില്ല. ഞാൻ ഇങ്ങനെ ഇത്തരം അമ്മമാരെ നിങ്ങൾക്ക് അറിയാൻ പാടുള്ളൂ. പക്ഷെ വേറെ ഏതൊരു അമ്മമാരുണ്ട്. ചാർലി കിറുക്കനെ വെടിവെച്ച് കൊന്നു കഴിഞ്ഞപ്പോൾ ഭാര്യ എന്താ പറഞ്ഞെന്നറിയാമോ? അവൻ കർത്താവിനെ പ്രഘോഷിച്ചു, അവൻ തൻ്റെ വിളിച്ചവൻ്റെ അടുത്തേക്ക് പോയി. മരിച്ചിട്ട് പോലും അങ്ങനെ പറയുന്ന ആൾക്കാരായി ലോകത്തുള്ളത്. അപ്പോഴാണ് സസ്പെൻഷനാണെന്നും പറഞ്ഞ് ലോകം മുഴുവൻ മോങ്ങിക്കൊണ്ട് നടക്കണവരെ എന്ത് വില ഉണ്ടാവും? നമുക്കൊരു ക്രൈസിസ് വരുന്ന സമയത്താണ് ദൈവത്തിന് നമ്മൾ പിടി കൊടുക്കേണ്ടത്. കർത്താവേ ഇതാണ് ഞാൻ എന്ന് പറയണത്. ബൈബിളിൽ ഏറ്റവും നല്ലൊരു എന്താണ് ഒരു വിളിയാണ്. എന്താണ്? ഇപ്പോൾ സാമുവൽ എന്ന് വിളിക്കുമ്പോഴും ഒരു പ്രത്യുത്തരമാണ്. എന്താണ്? കർത്താവേ ഇതാണ് ഞാൻ. ഓരോ പ്രഭാതത്തിലും നിൻ്റെ സ്നേഹം പുതിയെന്ന് പറയുമ്പോൾ നമ്മൾക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ മിണ്ടത്തില്ല. അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു അതിനെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് വരുമ്പോൾ അപ്പായെടുത്ത് അമ്മ പറയാതെ പറയുന്നൊരു സുവിശേഷമുണ്ട്. എന്താണ്? അപ്പ ഇതാണ് ഞാൻ, ഇതാണ് നിൻ്റെ മകൾ മറിയാം, ഇതാണ് ഞാൻ.
അതൊരു പുതിയ സ്നേഹമാണ്. പപ്പയ്ക്ക് മനസ്സിലാകും എന്തെല്ലാം ഭാരം കൊടുത്താലും എൻ്റെ മകൾ സ്നേഹത്തിൻ്റെ പുതിയ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുമെന്ന്. ഫോർ വാട്ട് വി ഹാവ് കോൾഡ് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ, സ്നേഹത്തിൻ്റെ പുതിയ ചരിത്രം സൃഷ്ടിക്കാൻ. 3:22-23 കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. കർത്താവിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത ഒരിക്കലും അസ്തമിക്കുന്നില്ലെന്നാണ്. തീർത്ഥാടന ഉടമ്പടി എടുത്തത് 16-ാം തീയതി ജനുവരി 1-ാം തീയതി 2025 ഞാൻ തീർത്ഥാടന ഉടമ്പടി എടുത്തത്. ഇതിനു മുന്നേ ഞാൻ ചൈനയിലായിരുന്നു. അതിനു മുന്നേ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തിരുന്നു. ഞാൻ എൻ്റെ വിശ്വാസ ജീവിതം അല്ലെങ്കിൽ ആത്മീയ ജീവിതം എന്ന് പറയുന്നത് അത്ര നല്ലതായിരുന്നില്ല. അമ്മ പ്രാർത്ഥിക്കാൻ നിർബന്ധിക്കുന്നത് കൊണ്ടും പിന്നെ പ്രാർത്ഥന ശീലിപ്പിക്കുന്നത് കൊണ്ടും അമ്മയുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഞായറാഴ്ചകളിൽ കഷ്ടപ്പെട്ട് പോയിട്ട് കുർബാന കൊള്ളുക, അല്ലെങ്കിൽ അത് കുർബാന കൊണ്ടാൽ തന്നെ ഞാൻ അവിടെ ഇവിടെ നോക്കിയിരിക്കുക, പല വിചാരത്താൽ ഇരിക്കുക, ശ്രദ്ധയില്ല, ആരാധിക്കാൻ പ്രയത്നിക്കാതെ ഒക്കെയുള്ളൊരു ജീവിതമായിരുന്നു. അങ്ങനെ വിശ്വാസം കുറവുള്ളൊരു അവസ്ഥയിലാണ് ഞാൻ എൻ്റെ +2 പഠനം പൂർത്തിയാക്കി ഞാൻ നീറ്റ് എഴുതി. അതിനുശേഷം ഞാൻ ചൈനയിലേക്ക് പോകുന്നത്. ചൈനയിലേക്ക് ഡോക്ടറാകാൻ പോകുക എന്ന് പറയുന്നത് എൻ്റെ ചുറ്റുമുള്ള എല്ലാവരും, എൻ്റെ ഫ്രണ്ട്സ് ആയാലും എൻ്റെ ടീച്ചേഴ്സ് ആയാലും അവർക്ക് ചിന്തിക്കാനും കൂടെ പറ്റാത്തൊരു കാര്യമായിരുന്നു ഞാനൊരു MBBS വിദ്യാർത്ഥിയാകുന്നത്. അവിടെ ഞാൻ പോകുമ്പോൾ ഞാൻ തീരുമാനമെടുത്തിരുന്നു, ഞാൻ നന്നായി പഠിക്കും, ഞാൻ എല്ലാം എൻ്റെ മാതാപിതാക്കളെ ഞാൻ പ്രൗഡാക്കും, അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് കടന്ന് ഞാൻ ചെന്നത്. പക്ഷെ അവിടെ പോയപ്പം അതൊക്കെ ഞാൻ മറന്നു. എന്തൊക്കെ ഞങ്ങൾ അവിടെ പഠിച്ചാലും ഞങ്ങളുടെ കോളേജിൽ അവിടുത്തെ ചൈനീസ് പ്രൊഫിഷ്യൻസി ലാംഗ്വേജ് എക്സാം പാസ്സായാൽ മാത്രമേ ഇത്ര 6 വർഷത്തെ പഠനം ചെയ്തതിൻ്റെ ഗുണം ഉണ്ടാവുള്ളൂ. കാരണം ആ എക്സാമിന് പാസ്സായിട്ടില്ലെങ്കിൽ അവർ സർട്ടിഫിക്കറ്റ് വിട്ടു തരത്തില്ല, ഗ്രാജുവേഷൻ ചെയ്യാൻ സമ്മതിക്കത്തില്ല, എന്നെ അവിടെ പിടിച്ചു നിർത്തും. അങ്ങനെ എൻ്റെ ഒപ്പമുള്ള എല്ലാവരും എഴുതി ആദ്യത്തെ അറ്റംപ്റ്റിൽ ഒറ്റയടിക്ക് പാസ്സാകാൻ പറ്റുന്ന ഒരു എക്സാമാണ്. ലെവൽ 4 ആണ്. അത് ഒറ്റയടിക്ക് പാസ്സാകാൻ പറ്റുന്ന ഒരു എക്സാമാണ് HSK എന്ന് പറയുന്നത്, ചൈനീസ് എക്സാമാണ്. അങ്ങനെ ഞാൻ എൻ്റേതായിട്ട് രീതിയിൽ പാസ്സാവും, അതെങ്ങനെയെങ്കിലുമൊക്കെ പാസ്സായിക്കോളും, ഇതുവരെ ഞാൻ എത്തിയില്ലേ, അങ്ങനെയുള്ള രീതിയിൽ ഞാൻ അതിന് രജിസ്റ്റർ ചെയ്തു. ഞാൻ എഴുതാൻ പോയി, തോറ്റുപോയി. അടുത്ത പ്രാവശ്യം ഞാൻ എഴുതി. പക്ഷെ തോൽവിയിലൊന്നും എനിക്കൊരു സങ്കടമോ അല്ലെങ്കിൽ സാധാരണ കുട്ടികൾ അനുഭവിക്കുന്ന ഒരു വിഷമം, തോൽവി അനുഭവപ്പെടുമ്പോൾ ഒരു വിഷമമൊന്നും ഞാൻ അനുഭവിക്കാറുണ്ടായിരുന്നില്ല പണ്ട് മുതൽക്കേ. അങ്ങനെ ഞാൻ പിന്നെയും ഇത് എഴുതി, അതിനും ഞാൻ തോറ്റുപോയി. പക്ഷെ അതിൻ്റെ ഇടയിൽ ഞാനൊരു ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്കിവിടെ ഇന്ത്യയിൽ വരണമെങ്കിൽ ഞങ്ങൾക്ക് ഇവിടുത്തെ എക്സാം പാസ്സാവണം. അപ്പം ഞാൻ അമ്മേനോട് പറഞ്ഞു, ഞാൻ ഇപ്രാവശ്യം നാട്ടിലേക്ക് വരുന്നുണ്ട്, എനിക്ക് ആ എക്സാം എഴുതണം, പഠിച്ചാലും ഇല്ലെങ്കിലും ഞാൻ വരും, ഞാൻ ആ എക്സാമിന് എഴുതും എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടുന്ന് പോന്നു. ബാക്കിയുള്ള കുട്ടികൾ 6 മാസം 1 വർഷമൊക്കെ എടുത്ത് ചെയ്യുന്നത്, ഞാൻ വെറും 2.5 മാസം അങ്ങനെയൊക്കെ ഉള്ള രീതിയിലാണ് ആ എക്സാമിന് ഞാൻ പ്രിപ്പയർ ചെയ്തത്. ഞാൻ അങ്ങനെ വന്നു, ആ എക്സാമിന് അറ്റൻഡ് ചെയ്തു. പക്ഷേ ആ സമയത്ത് അമ്മ എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു, എക്സാമിന് പോകുന്നതിന് മുന്നേ നീ കുമ്പസാരിച്ചിട്ട് വേണം, വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം മാത്രമേ എക്സാമിന് പോകാൻ പാടുള്ളൂ. ഈ ചൈനീസ് എക്സാമിന് പ്രശ്നത്തിലായിരുന്ന സമയത്ത് ഞാനിങ്ങനെ സാധാരണ എൻ്റെ യൂട്യൂബിൽ ഇങ്ങനത്തെ ദൈവിക കാര്യങ്ങളൊന്നും വരാറില്ല. ഓൺലൈൻ കുർബാന കണ്ടിരുന്നത് കൊണ്ട് കോവിഡിൻ്റെ സമയത്ത് ആ 2 കാര്യങ്ങളല്ലാണ്ട് വേറെ ഒന്നും എൻ്റെ ഫീഡിൽ വരാറുണ്ടായിരുന്നില്ല. പക്ഷെ ആ സമയത്ത് ഞാനിങ്ങനെ ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുന്ന ഒരു സമയമാണ്, പഠിക്കാനും പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു സമയത്തിലേക്ക് എൻ്റെ ഫീഡിലേക്ക് വരികയാണ് കൃപാസനം എന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എനിക്ക് കൃപാസനത്തെക്കുറിച്ച് ഒന്നും അറിയില്ല, ജോസഫ് അച്ഛൻ ആരാന്നറിയില്ല, ഇവിടെ എന്താ നടക്കുന്നതെന്നൊന്നും അറിയില്ല. ഞാനത് ക്ലിക്ക് ചെയ്തു, ഞാൻ കണ്ടു. എനിക്ക് ജോസഫ് അച്ഛൻ പറയുന്നതൊന്നും മനസ്സിലാവാറില്ലായിരുന്നു ആദ്യം. ജോസഫ് അച്ഛൻ്റെ ഭാഷ മലയാളം തന്നെയാണോ എന്ന് വരെ എനിക്ക് ആദ്യത്തെ സമയത്ത് എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. അങ്ങനെ പക്ഷേ പിന്നീട് ഞാൻ ഫുൾ ഉറങ്ങുമ്പോഴും തിന്നുമ്പോഴും എല്ലായ്പ്പോഴും സാക്ഷ്യങ്ങളും ധ്യാനങ്ങളും പിന്നെ ബിറ്റ്സ് മാത്രം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇതിൻ്റെ റിസൾട്ട് വരുന്നത്. അങ്ങനെ നോക്കിയപ്പം അതിന് ഞാൻ തോറ്റു, വീട്ടിൽ വിളിച്ച് പറഞ്ഞു. അങ്ങനെ അതിന് ശേഷം ഞാൻ പിന്നെ 3ാമത് ഞാൻ വിശ്വാസത്തോടെ കുറച്ച് മാതാവിൻ്റെ അടുത്ത് കൂട്ടുകൂടാൻ തുടങ്ങി, മാതാവിനോട് സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ
മാതാവിനോടത്ത് ജപമാല ചൊല്ലാൻ തുടങ്ങി. അതാണ് എനിക്ക് ഏറ്റവും വലിയ അനുഗ്രഹം എൻ്റെ ജീവിതത്തിലുണ്ടായത്. ഞാൻ ഇന്നേ വരെ ജപമാല മര്യാദയ്ക്ക് ചൊല്ലിയിട്ടില്ല. പക്ഷേ ആ ഒരു സമയത്ത് ഇങ്ങനെ കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞതിന് ശേഷം, മാതാവിനെ കുറിച്ച് അറിഞ്ഞതിന് ശേഷം എനിക്ക് ജപമാല ചൊല്ലാൻ മടുപ്പേ ഇല്ല. രാവിലെ എണീറ്റ് അപ്പം പോകും പുറത്തേക്ക്, ഞാൻ ജപമാല ചൊല്ലും. എനിക്കായിട്ടും ഈശോയ്ക്കായിട്ടും മാതാവിനായിട്ടും എനിക്ക് കുറേ സ്ഥലങ്ങളുണ്ട് ചൈനയിൽ. അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് ഞാൻ ജപമാല ഇങ്ങനെ ചൊല്ലും, നടന്ന് ചൊല്ലും. അങ്ങനെ ഞാൻ മൂന്നാമതും ഞാൻ വിശ്വാസത്തോടെ പഠിക്കാൻ തുടങ്ങി. മാതാവിൻ്റെ മുറുകെ പിടിച്ച് ഈശോയിലും വിശ്വസിച്ച് ഞാൻ പഠിക്കാൻ തുടങ്ങി. പക്ഷേ അപ്പോഴും പഠിക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ 2 അക്ഷരം പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് അപ്പോഴേക്കും ജപമാല ചൊല്ലാൻ ഞാൻ പുറത്തേക്ക് ഓടും. അങ്ങനെ ലൈബ്രറിയിൽ പോയാലും ഞാൻ ഇപ്പം ഇരുന്ന് കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാൻ ഇറങ്ങിപ്പോയിട്ട് അടുത്ത ജപമാല ചൊല്ലും. അങ്ങനെയായിരുന്നു. അപ്പം അങ്ങനെ അവസാനം ആ 3ാമത്തെ എക്സാമിൻ്റെ തലേ ദിവസം എനിക്ക് പഠിക്കാൻ ഒക്കുന്നില്ലായിരുന്നു. അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ഒക്കുന്നില്ല, ഞാൻ 2 അക്ഷരം ഞാൻ ഇങ്ങനെ ബിറ്റെടുക്കും, ലോട്ടെടുക്കും. അത് ഞാൻ അപ്പോൾ എനിക്ക് ഒരു 2 അക്ഷരം കിട്ടി, സിയും ഡിയും. അപ്പോൾ ആ വേർഡ്സിൻ്റെ മാത്രം ഞാൻ അന്ന് രാത്രി തലേന്നിരുന്ന് പഠിച്ചു. പിറ്റേ ദിവസം എക്സാമിന് പോയപ്പം ഞാൻ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ചിരുന്നു, കാശുരൂപം കൊണ്ടുപോയിരുന്നു, ഉപ്പ് വെതറി. അങ്ങനെ ഞാൻ അവിടെ എക്സാമിന് എഴുതി. അന്ന് ഞാൻ കണ്ട വാക്കുകളിൽ മെജോറിറ്റി വാക്കുകൾ ആ ഞാൻ പഠിച്ച ലിസ്റ്റിൽ നിന്നായിരുന്നു. ഈ സമയത്ത് ആണ് എനിക്ക് സുവിശേഷത്തിൽ നിന്ന് പുതിയ വീഞ്ഞ് പഴയ തോൽക്കൂടത്തിൽ ഇട്ട് വെക്കാറില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു വചനഭാഗം എനിക്ക് കിട്ടുന്നത്. പക്ഷെ അന്ന് എനിക്ക് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല അതെന്താണ് സംഭവം എന്ന്. തോൽക്കൂടം എന്താണെന്നോ അതിൻ്റെ അർത്ഥം എന്താണെന്നൊന്നും എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പം ഞാൻ എഴുതി. സാധാരണ എഴുതി കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് മനസ്സിലാവും, കുറച്ച് കഴിയുമ്പോൾ എനിക്ക് മനസ്സിലാവും. അതും മനസ്സിലായില്ല. അങ്ങനെ ഞാൻ അന്നത് അടച്ചു വെച്ച് ഞാൻ തിരിച്ച് ലൈബ്രറിയിൽ പോയി പഠിക്കാൻ വേണ്ടി. അപ്പം അന്ന് തലേന്ന് പ്രാർത്ഥന വൈകിയായിരുന്നു. അപ്പം അന്ന് അമ്മ വിളിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് വിളിച്ച് ഞങ്ങൾ കോൺഫറൻസിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ തോന്നുകയാണ്, ചിലപ്പം ഞാൻ കുമ്പസാരിക്കാതെ ഇതൊക്കെ വിശ്വാസം കാണിച്ചിട്ട് അതുകൊണ്ടായിരിക്കും എനിക്ക് ആ വചനം കിട്ടിയതെന്ന് ഞാൻ കരുതി. അങ്ങനെ ഞാൻ അപ്പം തന്നെ എനിക്കൊരു നന്ദി തോന്നി. ആ സമയത്ത് എനിക്ക് സങ്കടം വന്നു. ഞാൻ കുമ്പസാരിക്കാതെ ഒഴിഞ്ഞു മാറി നടന്നതിൽ എനിക്ക് സങ്കടം തോന്നി, നന്ദിയും തോന്നി. ഞാൻ ഉടനെ ഓടി, പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം ഞാൻ ഉടനെ ഓടി ലൈബ്രറിയിലേക്ക് പോയി ഒരു ലോഡ് A4 ഷീറ്റ് എടുത്തിട്ട് ഞാൻ എൻ്റെ ഒരു ഭാഗത്തേക്ക് മാറി ഇരുന്നിട്ട് ഞാൻ എൻ്റെ ചെറുപ്പം മുതൽ ഞാനിങ്ങനെ വിട്ടുപോയ പാപങ്ങളും മനഃപൂർവ്വം മറന്നുപോയ പാപങ്ങളും പിന്നെ ഓർക്കാൻ ശ്രമിച്ചെടുത്ത് ഞാൻ അത് മൊത്തം എഴുതി. അത് എഴുതി വന്നപ്പോൾ ഒരു 7, 8, 10 പേജ് എങ്ങാനും അത് വന്നു. മൊത്തം ഇരുന്ന് എഴുതി, ഡീറ്റെയിൽ ബൈ ഡീറ്റെയിൽസ്, മൈന്യൂട്ട് ഡീറ്റെയിൽസ് ബൈ മൈന്യൂട്ട് ഡീറ്റെയിൽസ് എല്ലാം ഇരുന്ന് എഴുതി. ഓർമ്മയുള്ളതും ഓർമ്മ മറന്നു പോയതൊക്കെ ഞാൻ ഇരുന്ന് എഴുതിയിട്ട് ഞാൻ അവിടുത്തെ വൈദികൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു, എനിക്കൊരു അപ്പോയിൻമെൻറ്റ് തരണം, കുമ്പസാരിക്കാൻ എനിക്കൊരു അപ്പോയിൻമെൻറ്റ് തരണം. അപ്പോൾ അച്ഛൻ പോലും വിചാരിച്ച് കാണില്ല ഇത്ര ലോങ് കുമ്പസാരായിരിക്കുന്നു. ഞാനന്ന് ഉച്ചയ്ക്ക് പോയി കുമ്പസാരിച്ചു. എനിക്ക് അച്ഛൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഞാനവിടെ പള്ളിയിലിരുന്ന് അതൊക്കെ ചെയ്തു. പിന്നെ എനിക്ക് വചനം വായിക്കാനാണ് പറഞ്ഞത്. അങ്ങനെ വചനം വായിക്കാൻ കുറച്ചും കൂടിയും ഇഷ്ടം തോന്നി, മനസ്സിലാവാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ 3ാം വട്ടം HSK ചൈനീസ് എക്സാം എഴുതുന്നത്. ചൈനീസ് എക്സാം എഴുതുന്ന സമയത്ത് ഞാൻ റിസൾട്ടിന് വേണ്ടിയിട്ട് ഞാൻ ഇതേ ദേവാലയത്തിൽ ഞാൻ പോയി. ഞാൻ എൻ്റെ ടാബ്ലറ്റും കൊണ്ടുപോയി, വിശുദ്ധ വസ്തുക്കൾ കൊണ്ടുപോയി. ഞാൻ അൾത്താരേൻ്റെ സമീപത്തിരുന്നിട്ട് പക്ഷേ എൻ്റെ മനസ്സിൽ തീവ്രമായിട്ട് എൻ്റെ മനസ്സിനുള്ളെന്ന് പറഞ്ഞു, ഞാൻ തോറ്റുപോകുമെന്നിങ്ങനെ മനസ്സിലിങ്ങനെ കുത്തി ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ തന്നെ പറയുന്ന പോലെ ഞാൻ തോറ്റു, ഇനി ഒന്നുമില്ല അങ്ങനെ. പക്ഷെ അപ്പം ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ജപമാല കയ്യിലെടുത്തിട്ട് അൾത്താരയ്ക്ക് സമീപം മുട്ടുകുത്തി കൈ വിരിച്ച് ഞാൻ വിശ്വാസ പ്രമാണം ആ ജപമാലയിലെ മണികൾ തീരുന്നവരെ ഞാൻ പറഞ്ഞു. എന്നിട്ട് ഈശോയോട് പറഞ്ഞു, 23 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ നിൻ്റെ അടുത്തേക്ക് വന്നത്, ഇനി എന്നെ ഇവിടുന്ന് പുറത്തേക്കാക്കരുത് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ഇരുന്നിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി. അങ്ങനെ അതിന് ശേഷം ഞാൻ ഇരുന്നിട്ട് ഞാൻ എൻ്റെ ടാബ്ലറ്റ് തുറന്നു, സൈറ്റ് ഓപ്പൺ ചെയ്തു. ഞാൻ നന്നായി തോറ്റു. ഞാൻ തകർന്നു പോയി. എനിക്ക് എൻ്റെ എല്ലാ കോൺഫിഡൻസും പോയി. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ആരോട് എന്താ പറയേണ്ടതെന്ന് അറിയില്ല, എങ്ങനെ പഠിക്കേണ്ടതെന്ന് അറിയില്ല, എങ്ങനെ തുടങ്ങണമെന്നൊന്നും അറിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വീട്ടിൽ നിന്നാണെങ്കിൽ എൻ്റെ അടുത്ത് കുറ്റമൊന്നും പറയില്ല, എന്നെ ചീത്തയൊന്നും പറയില്ല. പക്ഷേ എനിക്കറിയാം വീട്ടിൽ പ്രശ്നങ്ങളാവുന്നുണ്ട് ഞാനിങ്ങനെ ആവാത്ത കാരണം എൻ്റെ കൂടെയുള്ള എല്ലാവരും ഈ എക്സാം പാസ്സായി കഴിഞ്ഞു. അടുത്ത സ്റ്റെപ്പിലേക്ക് കടന്നു തുടങ്ങി. അതിനുവേണ്ടി അവർ പഠിച്ചു തുടങ്ങി. ഞാനിപ്പോഴും ആ ഇതിലാണ്. ഇത് പാസ്സായിട്ടില്ലെങ്കിൽ വെറും 12th സ്റ്റാൻഡേർഡിൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിൽ കാണത്തുള്ളൂ.
അപ്പം അങ്ങനെയൊക്കെയുള്ള സമയത്ത് അപ്പൻ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു അടുത്തതിന് രജിസ്റ്റർ ചെയ്യണ്ടേ. അപ്പം ഞാൻ പറഞ്ഞു രജിസ്റ്റർ ചെയ്യാം. അങ്ങനെ അപ്പോൾ പ്രഷർ ഇങ്ങനെ കൂടുന്ന പോലെ എനിക്ക് വല്ലാതെ തോന്നി. അങ്ങനെ ഞാനൊരു ദിവസം ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഞാനിങ്ങനെ വാവിട്ട് എൻ്റെ റൂമിലിരുന്ന് ഇങ്ങനെ കരയുക. ഞാനിങ്ങനെ വാവിട്ട് ഉറക്കനെ കരയുന്ന സമയത്ത് പെട്ടെന്ന് അമ്മ വിളിച്ചു. ഞാൻ വാ പൊത്തി. അപ്പോൾ അമ്മ പറഞ്ഞു രജിസ്റ്റർ ചെയ്യണ്ടേ. അപ്പോൾ ഞാൻ എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു. പിന്നെയും വാവിട്ട് കരയാൻ തുടങ്ങി. അപ്പോൾ കണ്ണടച്ചിട്ടായിരുന്നു ഞാനിങ്ങനെ കരയുന്നത്. പെട്ടെന്ന് എൻ്റെ കണ്ണിലേക്ക് സങ്കീർത്തനം 11:17 എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് വന്നു. അപ്പോൾ ഞാൻ അപ്പം തന്നെ കരച്ചിൽ സ്വിച്ചിട്ട പോലെ ഓഫാക്കിയതിന് ശേഷം ഞാൻ എടുത്തു നോക്കി എൻ്റെ ഫോണിലെ ബൈബിളിൽ ഞാൻ നോക്കിയപ്പം അങ്ങനെ ഒരു വചനമേ ഇല്ല. 11:17 എന്ന് പറഞ്ഞൊരു വചനമേ ഇല്ല. ഞാൻ അപ്പം ഒരിക്കലും അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 17 റോങ് റീഡിങ് ആവാൻ ചാൻസ് ഉണ്ട്, ചിലപ്പോൾ അതായിരിക്കില്ല എന്ന്. അപ്പം ഞാൻ ചുമ്മാ സങ്കീർത്തനം 11 എടുത്തിട്ട് ഞാൻ നോക്കിയപ്പം 1 to 7 വരെ അതിനകത്ത് ഉള്ളൂ. ആകെ കൂടെയുള്ള വചനം അത്രയേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ എഴുതിയിരുന്നത്, ഒരു ബീരുവിനെ പോലെ നീ പർവ്വതങ്ങളിൽ പോയി ഒളിക്കരുത്, ഞാനാണ് നിൻ്റെ കർത്താവ്, ഞാൻ സിംഹാസനത്തിലിരുന്ന് നിന്നെ നോക്കി കാണുന്നുണ്ട്, നീതിപൂർവകമായി നീ പ്രവർത്തിക്കണം. അതായിരുന്നു അതിൻ്റെ ചുരുക്കം. അപ്പോൾ ഞാൻ നീതിപരമായി പ്രവർത്തിക്കാൻ തീരുമാനിച്ചു, പഠിക്കാൻ തീരുമാനിച്ചു. എനിക്ക് ആ സമയത്ത് വല്ലാത്ത കോൺഫിഡൻസ് കിട്ടി. ഞാൻ ജയിച്ച പോലത്തെ കോൺഫിഡൻസ് എനിക്ക് കിട്ടി. ഞാൻ പിറ്റേ ദിവസം മാതാവിനെ ലെഫ്റ്റിലും ഈശോയെ റൈറ്റിലും വെച്ചിട്ട് ലൈബ്രറിയിലേക്ക് പോയി ഞാൻ പഠിക്കാൻ തുടങ്ങി. പക്ഷെ അപ്പോഴും പഠിത്തം കുറവും ജപമാല ചൊല്ലാനുള്ള തീവ്രതയും ഉണ്ടായിരുന്നു. പിന്നെ അച്ഛൻ്റെ ധ്യാനം ഞാൻ എൻ്റെ ലൈബ്രറിയിൽ ഇരുന്ന് കാണും. അപ്പം ചില സമയത്ത് അവിടെ ഇങ്ങനെ പ്രാർത്ഥിക്കാനൊന്നും പബ്ലിക്കായിട്ട് പ്രാർത്ഥിക്കാൻ പാടില്ല. അപ്പം ചില സമയത്ത് ഞാൻ ലൈബ്രറീൻ്റെ അകത്ത് മുട്ടുകുത്തി ആശീർവാദം സ്വീകരിക്കുന്ന സമയത്ത് ആൾക്കാർ വന്ന് എന്നെ നോക്കാറുണ്ട്. അപ്പം ഞാൻ ഈ ക്യാമറയിൽ നിന്ന് ഒളിഞ്ഞു നിന്നിട്ടാണ് ആശീർവാദം അച്ഛൻ്റെ സ്വീകരിക്കാറ്. അപ്പം അങ്ങനെ ഇരിക്കുമ്പം ഞാൻ എക്സാമിന് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എക്സാമിന് എഴുതാൻ വേണ്ടി പോയി. പക്ഷേ ഈ സമയത്ത് ഞാൻ മാതാവിൻ്റെ അടുത്ത് ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാതാവേ ഈ നാട്ടിലുള്ള എല്ലാവരും IELTS മൊയ്റ്റ് എഴുതാൻ വേണ്ടി ഇത്രത്തോളം പൈസ ചിലവാക്കി, ഞാനിപ്പോൾ കൊടുത്ത പൈസ ഒറ്റയടിക്ക് പാസ്സാവേണ്ട എക്സാമിന് ഞാൻ ഇത്രത്തോളം പൈസ ചിലവാക്കി, അപ്പൻ്റെ കയ്യിൽ നിന്ന് ഇത്രയും പൈസ പോയി, അറ്റ്ലീസ്റ്റ് പാസ് മാർക്ക് അല്ലാണ്ട് കുറച്ച് കൂട്ടിത്തരാമോ എന്ന് വെറുതെ ഒരു ഗ്രീഡിനെസ്സിൽ ഞാൻ ചോദിച്ചു. പക്ഷേ ഞാനത് അധികമൊന്നും ചോദിച്ചില്ല, അധികം കുറച്ച് കൂടി പോവില്ലേ എന്ന് ഓർത്തിട്ട് ഞാൻ ചോദിച്ചില്ല. ഞാൻ എക്സാമിന് പോയി. ഞാൻ എക്സാം വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ച് എഴുതി, കാശുരൂപം കൈപ്പിടിച്ചു. എക്സാം വളരെ ടഫായിരുന്നു. ലിസണിങ് ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ആദ്യത്തെ 3 ക്വസ്റ്റ്യൻസ് എനിക്ക് തീരെ മനസ്സിലായിരുന്നില്ല. ഒന്നും മനസ്സിലാവുന്നില്ല. അവസാനം മാതാവിൻ്റെ അടുത്ത് തന്നെ പറഞ്ഞു, എൻ്റെ കയ്യിൽ നിന്ന് പോയി മാതാവേ, ഇത് പോയതാണെന്ന് പറഞ്ഞു. അങ്ങനെ പക്ഷേ 3 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് വരാൻ തുടങ്ങി. ഞാൻ ആൻസർ എഴുതാൻ തുടങ്ങി. എനിക്ക് മനസ്സിലാവാൻ തുടങ്ങി. ചൈനീസ് എനിക്ക് മനസ്സിലാവാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ആ എക്സാം കംപ്ലീറ്റ് ചെയ്തു. അതിലും കുറേ ടഫായിരുന്നു. അങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ എനിക്ക് ടഫായിരുന്നു. പക്ഷേ ഞാൻ എഴുതി. പക്ഷേ എനിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല. ഞാൻ എക്സാം കഴിഞ്ഞതിന് ശേഷം ഞാൻ പ്രഭാത പ്രാർത്ഥന ഞാനിങ്ങനെ വഴിനീളെങ്ങനെ ആ എക്സാം ഹാളിന് ചുറ്റും നടന്നിങ്ങനെ ചൊല്ലുമായിരുന്നു. ആരും വിളിക്കാതെ ഞാൻ അതുമാത്രം ഇങ്ങനെ കുറേ വട്ടം ഇങ്ങനെ ചൊല്ലി നടന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥനാപൂർവ്വം പിന്നെയും ദിവസങ്ങൾ കടന്നുപോയി. ഞാൻ അതിനുശേഷം ഞാൻ റിസൾട്ട് വന്ന സമയത്ത് എനിക്ക് എൻ്റെ സൈറ്റ് എൻ്റെ ടാബിൽ ഓപ്പൺ ആവുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എൻ്റെ തൈലൊക്കെ പൂശിയെങ്കിലും എനിക്ക് എൻ്റെ ടാബിൽ അത് ഓപ്പൺ ആവുന്നുണ്ടായിരുന്നില്ല. അപ്പം എൻ്റെ ഫ്രണ്ട് വന്നിട്ട് പറഞ്ഞു, നമുക്ക് എൻ്റെ നോക്കാം. അപ്പോൾ എനിക്ക് അവിടെ വെച്ച് അവളുടെ ഇതിൽ എനിക്ക് തൈലൊന്നും പൂശാൻ പറ്റിയിരുന്നില്ല. അപ്പം ഞാൻ ഓപ്പൺ ആക്കുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞു, അമ്മേ മാതാവേ, ഞാൻ ഈ ലാപ്ടോപ്പ് തുറക്കുന്നത് ഈ നട എൻ്റെ ഫ്രണ്ടിൽ വെച്ചാൽ എന്നെ പാസ്സാക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു. അപ്പം എനിക്ക് എൻ്റെ കണ്ണ് പിടിക്കുന്നില്ല, സ്കോർ ഷീറ്റിൽ എൻ്റെ കണ്ണ് പിടിക്കുന്നില്ല. അപ്പം എൻ്റെ കൂടെയുള്ള എല്ലാവരും തുള്ളി ചാടാൻ തുടങ്ങി. അപ്പം നോക്കുമ്പം 213 എന്ന് പറഞ്ഞിട്ടുള്ളൊരു നമ്പറാണ് ഞാൻ കണ്ടത്. അത് നല്ലൊരു ഹൈ സ്കോറാണ്, 300-ലാണ് മാർക്ക്. അപ്പം എനിക്ക് ആ മാർക്ക് അമ്മ ചോദിച്ചതിലും 13 മാർക്ക് എക്സ്ട്രാ തന്നിട്ടാണ് അമ്മ എന്നെ അതിൽ ജയിപ്പിച്ചത്. അങ്ങനെ ഞാൻ HSK പാസ്സായി. അപ്പോൾ ഇതിലെനിക്ക് ദൈവം തന്ന കൃപ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇരുന്ന് പഠിക്കാനുള്ളൊരു കൃപ തന്നു. അല്ലെങ്കിൽ എനിക്കൊരു സീറ്റിൽ ഇരിക്കാൻ പറ്റത്തില്ല. അപ്പം തന്നെ വേറെ എവിടെയെങ്കിലും പോകും, അല്ലെങ്കിൽ എന്തെങ്കിലും തിന്നാൻ പോകും. പക്ഷേ ഇരിക്കാനുള്ളൊരു കൃപ തന്നു. അങ്ങനെ ഞാൻ പിന്നെയും ജനുവരിയിലാണ് അടുത്ത FMG എക്സാം. ഇത് കഴിഞ്ഞ് ഞാൻ ഇതിനു വേണ്ടി രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിച്ചു. കാരണം എൻ്റെ കൃപയാൽ ഞാനിത് പാസ്സാവില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ സ്കിപ്പ് ചെയ്താലും ഈ എക്സാം എഴുതിയില്ലെങ്കിലും ഞാൻ പാസ്സായില്ലെങ്കിലും എൻ്റെ കൃപയാലല്ല. അപ്പോൾ ഞാൻ എന്തായാലും എഴുതുമെന്ന് ഞാൻ തീരുമാനിച്ചു. പാസ്സായാലും ശരി പാസ്സായില്ലെങ്കിലും ശരി ഞാൻ അറ്റംപ്റ്റ് ചെയ്യും. അങ്ങനെ ഞാൻ ജനുവരിയിൽ വന്നു. എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ FMG എക്സാം ഞാൻ ജനുവരിയിൽ വന്ന് എഴുതി. പക്ഷേ ഞാൻ തിരിച്ചു പോയി. ഞാൻ അവിടെ എത്തും മുൻപേ റിസൾട്ട് വന്നു. ഞാൻ തോറ്റു. ആ സമയത്ത് പക്ഷേ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയിരുന്നില്ല. പെട്ടെന്നായിരുന്നു വന്നത്. അപ്പോൾ എനിക്ക് പ്രാർത്ഥിച്ച് വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിക്കാൻ പറ്റിയില്ല.
ജയിക്കുമെന്നല്ല, പക്ഷേ അതൊരു വിശ്വാസമായതുകൊണ്ട് അത് ചെയ്യാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ എനിക്ക് സങ്കടമായി. പക്ഷേ അതിനുശേഷം എന്താ ഉണ്ടെന്ന് വെച്ചാൽ എനിക്ക് വിശ്വാസത്തിൽ കുറച്ച് നംനെസ് വന്ന പോലെ എനിക്ക് തോന്നി. ജപമാല ചൊല്ലാനൊരു മടി. പിന്നെ ഞാൻ സോഷ്യൽ പ്ലാറ്റ്ഫോംസിൽ നിന്നൊക്കെ ഒഴിവായിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് തിരിച്ച് കാണാനുള്ളൊരു ടെൻഡൻസി പിന്നെയും വന്നു. അപ്പം ഡിസ്ട്രാക്ഷൻസ് കുറേ കൂടി. പിന്നെ ഗ്രാജുവേഷൻ്റെ പരിപാടികളായപ്പോൾ അങ്ങനത്തെ രീതിയിലേക്ക് കുറച്ചും കൂടി കൂടുതൽ ലൂസ് ടോക്സ് അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് പോകാൻ തുടങ്ങി. അപ്പോൾ പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്ന് കുറച്ച് ഒഴിഞ്ഞു. പിന്നെ ആദ്യം മഞ്ഞും മഴയൊന്നും എനിക്കൊരു പ്രശ്നമായിരുന്നില്ല. ഞാൻ റെയിൻകോട്ട് ഇട്ടാലും മഞ്ഞായാലും മെട്രോയിലായാലും കയറി കുർബാനയ്ക്ക് ഞാൻ ഡെയിലി പോവുമായിരുന്നു. പക്ഷേ ആ സമയത്ത് ആ മഞ്ഞല്ലേ കുറച്ചുകൂടി കിടന്നുറങ്ങാം എന്നുള്ള രീതിയിൽ ഞാൻ കുറച്ച് നമ്മായി തുടങ്ങി. പക്ഷെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, ഇതെന്താ മാതാവേ ഞാനിങ്ങനെ ചെയ്യുന്നത്, ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞതല്ലേ ഞാൻ വിശ്വാസത്തിന് പോകത്തില്ല എന്ന്, പക്ഷെ ഞാൻ എന്താ പിന്നെ ഇതെന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെന്നെ വല്ലാണ്ട് ഗിൽട്ട് ഫീൽ ചെയ്യിപ്പിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് കർത്താവിനെ ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ ഇരിക്കുമ്പോഴും ഞാൻ പറഞ്ഞു, എന്തായാലും ശരി, ഞാൻ ഉടമ്പടി ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി ഞാൻ എടുക്കും, എങ്ങനെയായാലും സാരമില്ല, ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ ഇത് സെറ്റാക്കും എന്ന് ഞാൻ മാതാവിൻ്റെ അടുത്ത് ഞാനിങ്ങനെ പറഞ്ഞിരുന്നു. അങ്ങനെ ഞാൻ ആ പ്രാവശ്യത്തെ ജനുവരിയിൽ ഞാൻ എക്സാമിന് വന്നപ്പോൾ ഞാൻ ഇവിടെ വന്നു, ഉടമ്പടി എടുത്തു. ഞാൻ പത്രം വാങ്ങിക്കൊണ്ടുപോയി. ഞാൻ ഇംഗ്ലീഷ് പത്രം വാങ്ങി, ചൈനീസ് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇംഗ്ലീഷ് പത്രം അവിടെ ഞങ്ങളുടെ കൂടെ കുറേ ആഫ്രോസ് ഉണ്ട്, അപ്പോൾ അവർക്കൊക്കെ കൊടുത്തു. പിന്നെ അങ്ങനെ ഞാൻ ഈ 26 ജൂലൈക്കായിരുന്നു ഈ പ്രാവശ്യത്തെ എക്സാം. ഞാൻ പഠിക്കാൻ തുടങ്ങി. പഠിക്കാൻ ഇരിക്കാൻ തുടങ്ങി. ഞാൻ പഠിച്ച് പാസ്സായിട്ടുള്ള ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് ഞാൻ പഠിക്കേണ്ടത്, എന്താണ് ഞാൻ ചെയ്യേണ്ടത്, ഞാൻ ഇത്രേ പഠിച്ചിട്ടുള്ളൂ, എനിക്കൊരു ടൈം ടേബിൾ ഉണ്ടാക്കി തരുമോ, ഞാൻ അതുപോലെ ഫോളോ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ അപ്രോച്ച് ചെയ്തു. അവരെനിക്ക് ചെയ്തു തന്നു. ഞാൻ ഒരു മാസം പക്കയായിട്ട് ഞാനത് ചെയ്തു. എനിക്ക് ഇത്രയും എളുപ്പമായിരുന്നു എന്ന് വരെ തോന്നിപ്പോയൊരു സമയമുണ്ടായിരുന്നു. ഇത് കിട്ടും, പഠിച്ചാൽ കിട്ടാത്തതൊന്നും അല്ല എന്നുള്ള തോന്നൽ ആദ്യമായിട്ട് വന്നൊരു സമയമാണ്. അങ്ങനെ പക്ഷേ രണ്ടാമത്തെ മാസത്തിലേക്ക് കടന്നപ്പം 3 മാസത്തെ പ്രിപ്പറേഷൻ ആയിരുന്നു. അപ്പം രണ്ടാമത്തെ മാസത്തിലേക്ക് കടന്നപ്പം സമയമില്ല എന്ന് കരുതി അതൊരു ടെൻഷനാക്കി എടുത്ത് പിന്നെ എനിക്ക് പഠിക്കാൻ പറ്റാണ്ടായി. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഫോണിന് തുറക്കും, എന്നിട്ട് ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം സമയം പോകുന്നത് അറിയില്ല, റിലാക്സ് ആവുന്നുണ്ട്. പക്ഷെ പിന്നീട് എനിക്ക് പ്രാർത്ഥന എത്തിക്കാൻ വരുമ്പം എനിക്ക് ഈശോയെ ഫേസ് ചെയ്യാൻ കഴിയില്ല. ഞാൻ ഗിൽട്ടായിട്ട് എനിക്ക് ഈശോയോട് സംസാരിക്കാൻ തോന്നില്ല. അപ്പം മനഃപൂർവ്വം ഉറക്കം നടിക്കും, എന്നിട്ട് ഉറങ്ങുന്ന പോലെ ഈശോയോട് വാശി പിടിക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ എനിക്ക് തീരെ പറ്റാണ്ടായി. എനിക്ക് ഭയങ്കര സ്ട്രെസ്സായി തുടങ്ങി. എനിക്ക് വീട്ടിൽ അപ്പനിങ്ങനെ വന്ന് ചോദിക്കും, എന്തോ ഒരു കള്ളത്തരം നടക്കുന്നുണ്ടല്ലോ, എന്താ നീ ഒന്നും പറയാത്ത, എന്തെങ്കിലും ഒളിപ്പിച്ച് വെക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പനിങ്ങനെ വരും. പക്ഷേ ആ സമയത്ത് എനിക്ക് അപ്പൻ്റെ അടുത്തൊന്നും പറയാൻ പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കുക ഞാൻ എൻ്റെ ചേട്ടൻ ഒരു ദിവസം വിളിക്കുമ്പോൾ ചേട്ടൻ്റെ അടുത്ത് ഞാനിങ്ങനെ വാവിട്ട് കരഞ്ഞു, എനിക്ക് പറ്റുന്നില്ല, ഇതെന്നെ കൊണ്ട് പറ്റും തോന്നുന്നില്ല, എനിക്കിത് തീരെ ഒക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ എൻ്റെ അടുത്ത് എന്നെ ഇരുത്തി അനലൈസ് ചെയ്ത് എൻ്റെ ഈച്ച് ആൻഡ് എവറി വീക്ക് പോയിൻ്റ് ചേട്ടൻ കണ്ടുപിടിച്ച് എന്നെ സഹായിക്കാൻ ശ്രമിച്ചു. എക്സാമിൻ്റെ തലേന്ന് ഞാൻ കംപ്ലീറ്റ് ബ്രേക്ക് ഡൗൺ ആയി. എനിക്ക് തീരെ പറ്റുന്നില്ല. ആ ഒരു മാസം കൃത്യമായിട്ട് ഞാൻ പഠിച്ച ഒരു മാസത്തെ എല്ലാ സാധനങ്ങളും എൻ്റെ കയ്യിൽ നിന്ന് കംപ്ലീറ്റ് പോയി. എൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല എക്സാമിൻ്റെ തലേന്ന്. വെറുതെ സാധാരണ എല്ലാവരും പാനിക്കാവെന്ന് പറയും, പക്ഷെ അങ്ങനെയല്ല. എൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ 0 ആയി. ഞാൻ അമ്മ സ്കൂൾ വരുന്നവരെ കാത്തിരുന്നു. അമ്മ വൈകരുതെന്ന് വിചാരിച്ച് ഞാൻ കാത്തിരുന്നു. അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്കിത് ഒക്കുന്നില്ല, ഇത് പറ്റില്ല, ഈ എക്സാം ഞാൻ തോറ്റു എന്ന് പറഞ്ഞിട്ട് അമ്മേൻ്റെ അടുത്ത് ഞാൻ കരഞ്ഞു. അമ്മ പ്രെയർ റിക്വസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാരെ പ്രെയർ ചെയ്യണം എനിക്ക് വേണ്ടിയെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, വിശുദ്ധ കുർബാനയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം വെറുതെ അല്ല. അപ്പം അങ്ങനെ പറഞ്ഞപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, നീ കൈ വിരിച്ച് അൾത്താരയ്ക്ക് മുന്നിൽ കൈ വിരിച്ച് ഈശോയോട് നീ പറയണമെന്ന് പറഞ്ഞു. അതിനേക്കാളും വലുതൊന്നുമില്ല അങ്ങനെ പറഞ്ഞു. പിറ്റേ ദിവസം ഞാൻ കുർബാനയ്ക്ക് എൻ്റെ ഹോൾ ടിക്കറ്റുമായിട്ട് ഞാൻ കുർബാനയിൽ എൻ്റെ പേര് വൈദികൻ വിളിച്ച് പറഞ്ഞിരുന്നു. ഞാൻ എൻ്റെ കൈ എല്ലാവർക്കും മുന്നാലെ ഞാൻ എൻ്റെ കൈ വിരിച്ച് പിടിച്ച് ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പോൾ ആ സമയത്ത് എനിക്ക് കിട്ടിയൊരു ബോധ്യമുണ്ട്. എനിക്ക് അതുവരെ അറിയില്ലായിരുന്നു വൈദികൻ ആരാണ്, കുർബാന അർപ്പിക്കുന്ന വൈദികൻ എന്താണ് അവിടെ ചെയ്യുന്നതെന്ന് ഒരു ബോധ്യം എനിക്കുണ്ടായിരുന്നില്ല. അപ്പം അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, ഈശോയ്ക്കുള്ള പകരക്കാരനാണ് വൈദികൻ, നിൻ്റെ പേര് ഈശോ തന്നെ വിളിച്ച് പറഞ്ഞിട്ടുള്ള ആൾത്താരയിൽ, അതുകൊണ്ട് നീ പേടിക്കേണ്ട, നീ ഈ എക്സാം പാസ്സാകും. അപ്പം കുർബാനയ്ക്ക് ശേഷം അമ്മ പറഞ്ഞു, അമ്മയ്ക്ക് കുർബാനയ്ക്കിടയിൽ പരിശുദ്ധ അമ്മയുടെ സുഗന്ധം ലഭിച്ചിരുന്നു എന്ന്, നീ ഇതെന്തായാലും പാസ്സാവും, ഒന്നും കൊണ്ടും പേടിക്കണ്ട. അപ്പം ഞാൻ ഡബിൾ ഹാപ്പിയായി. ഞാൻ എൻ്റെ ഇതിനു വേണ്ടി പോയി. എനിക്ക് കിട്ടിയ സെൻറ്റർ എന്ന് പറഞ്ഞാലും മാതാവിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അച്ഛൻ പറയായിരുന്നു, നിങ്ങൾക്ക് ഏതെങ്കിലും സ്ഥലത്തിനെ കുറിച്ചുള്ള എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആ സ്ഥലത്ത് പോയിട്ട് ഡെയിലി ബ്രെഡ് കേൾക്കണമെന്ന് പറയുമായിരുന്നു. അപ്പം ഞാൻ എപ്പോഴും എൻ്റെ സെൻറ്ററിൻ്റെ മുന്നിൽ കൂടെ ഞാൻ പാസ് ചെയ്യുമ്പോൾ തൃശ്ശൂരിൻ്റെ മുന്നിൽ കൂടെ പാസ് ചെയ്യും, എനിക്ക് ഇവിടെ തന്നെ കിട്ടണേ, ഈ സെൻറ്ററിൽ തന്നെ കിട്ടണേ എന്ന് അമ്മ മാതാവിനോട് ഞാൻ ഡെയിലി ബ്രെഡിൻ്റെ സമയത്ത് പറയുമായിരുന്നു. അങ്ങനെ ആ സെൻറ്ററിൽ തന്നെ എനിക്ക് കിട്ടി.
എനിക്ക് വലിയൊരു അത്ഭുതമായിരുന്നു. കാരണം ഞാൻ മാത്രമേ എൻ്റെ കോളേജിൽ നിന്ന്, പിന്നെ എൻ്റെ ഒരു ജൂനിയർ മാത്രം, കാരണം സാധാരണ കുറേ പേരുണ്ടാവേണ്ടതാണ്, ഉണ്ടായിരുന്നില്ല. ഞാൻ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ചു, ഞാൻ എക്സാം എഴുതി. അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിന് മുന്നേ ലഞ്ച് ബ്രേക്കിന് സമയത്ത് ഞാൻ ഭക്ഷണം കഴിക്കാതെ ഞാൻ ആ വചനം ഉരുവിട്ടുകൊണ്ടിരുന്നു. കൊന്തയിൽ ഞാൻ ആ വചനം ഉരുവിട്ടുകൊണ്ടിരുന്നു. ഞാൻ ആ എക്സാമിന് ഞാൻ പിന്നെയും കയറി. രണ്ടാമത്തെ പേപ്പർ വളരെ ടഫായിരുന്നു. എനിക്ക് പ്രാർത്ഥിച്ചിട്ട് കുത്താൻ പോലുള്ള സമയം കിട്ടിയില്ല. ഞാൻ തിരിച്ച് വന്നിട്ട് അത് ടഫായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം എല്ലാവർക്കും മനസ്സിലായി നല്ല ടഫായിരുന്നു. ഏറ്റവും ടഫായിട്ടുള്ള പേപ്പറായിരുന്നു ഇപ്രാവശ്യത്തെ എക്സാം. 3 വട്ടം ഞാൻ എഴുതിയെങ്കിലും ഇത്ര ടഫായിട്ടുള്ള പേപ്പർ ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ എഴുതിയിട്ടില്ല. അങ്ങനെ ഞാനങ്ങനെ റിസൾട്ടിന് വേണ്ടി കാത്തിരുന്നു. അപ്പോൾ ആ ഒരു സമയത്താണ് ഡെയിലി ബ്രെഡിൽ അച്ഛൻ ഡോക്യുമെൻ്റ് വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നത്. അച്ഛൻ നിർബന്ധമായിട്ട് ഇങ്ങനെ ഡോക്യുമെൻ്റ് കൊണ്ടുവരണം എന്ന് പറഞ്ഞ് ഡെയിലി ബ്രെഡിൽ പറയുന്നു. അന്ന് ഞാൻ വിശ്വസിച്ചു. എൻ്റെ ഹോൾ ടിക്കറ്റ് സമർപ്പിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ പറഞ്ഞതാണെന്ന് ഞാൻ വിശ്വസിച്ചു. അങ്ങനെ ഞാൻ എല്ലാ ദിവസവും എൻ്റെ ഹോൾ ടിക്കറ്റ് ഈശോ ആശീർവാദം വരുമ്പോൾ ഈശോയോട് ചേർത്ത് ഇങ്ങനെ വെക്കും. അങ്ങനെ അതിൻ്റെ അകത്ത് വെക്കും. അങ്ങനെ അത് കഴിഞ്ഞ് 14-ാം തീയതിക്ക് മുന്നേ അച്ഛൻ പറഞ്ഞു 14 എന്ന് പറഞ്ഞൊരു നമ്പർ ഡേറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ തീരുമാനിച്ചു, ഓക്കെ 14-ാം തീയതി ആയിരിക്കും എൻ്റെ റിസൾട്ട് വരുന്നുണ്ടാവാം. അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ 13-ാം തീയതി രാത്രി എൻ്റെ റിസൾട്ട് വന്നു. ഞാനും അമ്മയും തോറ്റ റിസൾട്ട് എന്തിനാണ് വെറുതെ തുറന്ന് നോക്കുന്നത്, അത് തുറന്ന് നോക്കണ്ട, അങ്ങനത്തെ ഒരു രീതിയിലായിരുന്നു. തുറന്ന് നോക്കിയില്ല ഞങ്ങൾ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വിചാരിച്ച് തുറന്ന് നോക്കാതെ എങ്ങനെയാണ്, അന്നൊരു കാര്യം ചെയ്യാം, പ്രാർത്ഥനയ്ക്ക് ശേഷം തുറന്ന് നോക്കാമെന്ന് കരുതി ഞങ്ങൾ കുടുംബ പ്രാർത്ഥന എത്തിച്ചു. എന്നിട്ടും തുറക്കാൻ തോന്നുന്നില്ല. തോറ്റ റിസൾട്ട് എന്തിനാണ് വെറുതെ തുറന്ന് നോക്കുന്നത്, എന്തായാലും തോറ്റില്ലേ. അങ്ങനെ ഞാൻ ബൈബിൾ എടുത്തു. കാരണം എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല ഇത് ഇപ്പം എന്താ ചെയ്യേണ്ടതെന്ന്. അങ്ങനെ ഞാൻ ബൈബിൾ എടുത്തപ്പം നിന്റെ നാശത്തിന് വേണ്ടിയുള്ള നിന്റെ ക്ഷേമത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണെന്നുള്ള വചനം എനിക്ക് കിട്ടി. ഞാൻ തുറന്നപ്പോൾ ഞാൻ എൻ്റെ നമ്പർ എന്നെയാണോ എന്ന് ഞാൻ കഴിഞ്ഞ ദിവസം വരെ എടുത്ത് നോക്കും. കാരണം എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. ഞാൻ 151 നിയോഗത്തിൽ വെച്ചത്, എനിക്ക് 156 ദൈവം തന്നു. ഞാൻ ഈശോയെ നോക്കും, അമ്മയെ നോക്കും. അമ്മ എന്നോട് പറഞ്ഞു പറ്റിക്കല്ലേ, ഇത് പറ്റിക്കല്ലേ നീ എന്നോട് ചോദിക്കും. ഞങ്ങൾ ഓടിപ്പോയി ഈശോയോട് നന്ദി പറഞ്ഞു. പക്ഷെ അപ്പോഴും എനിക്ക് മനസ്സിലായിരുന്നില്ല എത്രത്തോളം വലുതാണ് ഈ വിജയം. എനിക്ക് ദൈവത്തിൻ്റെ വലത് കൈയാൽ കിട്ടിയതെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഫ്രണ്ട്സിൻ്റെ അടുത്ത് അന്നൊന്നും സംസാരിച്ചില്ല. പിറ്റേ ദിവസം സംസാരിച്ചപ്പോൾ ഞാൻ ഉദ്ദേശിച്ച ആൾക്കാരിൽ നിന്ന് കുറച്ച് പേര് മാത്രമേ പാസ്സായിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ ദൈവം എവിടെ നിന്നാണ് എന്നെ ഉയർത്തിയെന്ന്. എനിക്ക് ഒരിക്കലും ഇത് സാധ്യമല്ലായിരുന്നു. എനിക്കിത് ഒരിക്കലും സാധ്യമല്ലായിരുന്നു. എന്നെ ദൈവത്തിൻ്റെ വലത് കൈയാൽ എന്നെ ഉയർത്തിയതാണ്. എനിക്ക് ഡോക്ടർ ആവാനുള്ള ഒരു മെറിറ്റും ഇല്ല, എന്നെ ദൈവം ഉയർത്തിയതാ. പിന്നെ പ്രേക്ഷിത പ്രവൃത്തിയായിട്ട് ഞാൻ ചൈനയിലേക്ക് ഇംഗ്ലീഷ് പത്രം കൊണ്ടുപോയി അവിടുത്തെ പള്ളിയിൽ കൊടുത്തിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഞാൻ ഷെയർ ചെയ്തിരുന്നു. അവരിൽ കുറച്ച് പേര് വന്ന് ഉടമ്പടി എടുത്തിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നാട്ടിൽ വന്നതിന് ശേഷം ഞാൻ പള്ളികളിൽ ഞാൻ കൊടുക്കാറില്ല. ഞാൻ ഓട്ടോ സ്റ്റാൻഡിലേക്ക് പോകും. ഞാൻ പരീക്ഷയുടെ ഇടയിലായാലും എന്തായാലും പഠിക്കുന്നില്ലെങ്കിൽ പിന്നെ ഇത് ഞാൻ ചെയ്യും എന്നുള്ള രീതിയിൽ ഞാൻ പത്രം കൊണ്ട് ഞാൻ ഓട്ടോ സ്റ്റാൻഡിൽ കൊണ്ടേ കൊടുക്കും. ഞാൻ ഇത്ര തന്നെ സമയമെടുത്ത് ഓരോ ഓട്ടോ ചേട്ടൻ്റെ അടുത്ത് ഞാൻ എൻ്റെ ഇത് ഡീറ്റെയിൽ ബൈ ഡീറ്റെയിൽ ഇതിൽ കൂടിയാലേ ഉള്ളൂ. എന്നിട്ട് ഓരോ ഓട്ടോ ചേട്ടൻ്റെ അടുത്ത് ഞാനിങ്ങനെ പറയും. കടയിൽ ഞാൻ കൊടുക്കാറില്ല. കടയിൽ ചിലപ്പം ഇങ്ങനെ കേട്ടിട്ടുണ്ട് അവർ പൊതിഞ്ഞ് കൊടുക്കുന്നു. അതുകൊണ്ട് ഈശോയ്ക്കും ദൈവമാതാവിനും സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ബീന. ഞാൻ തൃശ്ശൂർ അമലനഗർ ഇടവകയിൽ നിന്നാണ് വരുന്നത്. 2025 മാർച്ച് 21 തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. അതിനുശേഷം 3 മാസങ്ങൾക്ക് ശേഷം ഞാൻ ഉടമ്പടി പുതുക്കി. അങ്ങനെ ഉടമ്പടി ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജൂലൈ മാസത്തിൽ എൻ്റെ മകള് ടീനയ്ക്ക് ഒരസുഖം വന്നതിൻ്റെ സൗഖ്യം കിട്ടിയതിന് സാക്ഷ്യമാണ് ഞാനിന്നിവിടെ രേഖപ്പെടുത്തുന്നത്. എൻ്റെ മകൾക്ക് 2-3 ദിവസങ്ങളായി കടുത്ത വയറുവേദനയും ഛർദിയും ആയിരുന്നു. അത് കൂടി വന്നപ്പോൾ ഞങ്ങൾ തൃശ്ശൂർ ജൂബിലി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഉടനെ തന്നെ അവരെ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് വന്നപ്പോൾ ഉടനെ എൻഡോസ്കോപ്പി ചെയ്യണമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചു. അങ്ങനെ എൻഡോസ്കോപ്പി ചെയ്തപ്പോൾ അവിടെ വലിയ ഒരു നീർക്കെട്ടുണ്ട്.
ഒപ്പം തന്നെ ഒരു തടിപ്പും വയറിൽ ആമാശയത്തിൻ്റെ ഉള്ളിൽ കാണുന്നുണ്ട് എന്ന് ഡോക്ടർ അഭിപ്രായപ്പെട്ടു. വയറുവേദനയും ഛർദിയും കൂടുതലായി രാത്രി ആയപ്പോഴേക്കും അവശയായി തീർന്നു. ഉടനെ വയറിൽ ഫ്ലൂയിഡ് എടുക്കാനായിട്ട് മൂക്കിലൂടെ ട്യൂബൊക്കെ ഇട്ടപ്പോൾ ഞാൻ അമ്മ മാതാവിനെ വിളിച്ച് കരഞ്ഞപേക്ഷിച്ചു, എൻ്റെ മകളെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമേ എന്ന് ഞാൻ കരഞ്ഞ് എൻ്റെ മകൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചു. ഒപ്പം തന്നെ തിരുവചനം വിശുദ്ധ ലൂക്ക, ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല, വിശുദ്ധ ലൂക്ക 1:37 എന്ന തിരുവചനം എനിക്ക് ശക്തി പകർന്നു. ഒപ്പം തന്നെ ഞാൻ മകളുടെ വയറിലെ ഉടമ്പടി തൈലം പൂശിക്കൊണ്ടിരുന്നു. ഉപ്പ് വെള്ളത്തിലിട്ട് അവൾക്ക് കുടിക്കാനായിട്ട് കൊടുത്തു. പക്ഷേ വെള്ളമൊന്നും ഇറങ്ങുന്നുണ്ടായിരുന്നില്ല. എങ്കിലും ഞാൻ ഉറച്ചു വിശ്വസിച്ചു, അമ്മ മാതാവ് വഴി ഈ തിരുക്കുമാരൻ എല്ലാ സൗഖ്യവും എൻ്റെ മകൾക്ക് നൽകും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. അന്ന് രാത്രി എനിക്ക് ഉറങ്ങാനായിട്ട് കഴിഞ്ഞില്ല. എങ്കിലും എപ്പോഴോ മയങ്ങിപ്പോയപ്പോൾ ഒരു കടുത്ത നീല വെളിച്ചം, ഇളം നീല വെളിച്ചം എൻ്റെ മോളുടെ തലയുടെ അടുത്ത് നിൽക്കുന്നതാണ് ഞാൻ കണ്ടത്. അപ്പോൾ എനിക്ക് മനസ്സിലായി, അമ്മ അവളെ സുഖപ്പെടുത്താനായിട്ട് അമ്മ വന്നിട്ടുണ്ട്, ഇനി എനിക്ക് യാതൊന്നും പേടിക്കാനില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചു. ഉടനെ ആ വെളിച്ചം പതുക്കെ മറഞ്ഞുപോയി. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ എൻ്റെ മോൾ ഉറങ്ങുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ കണ്ണ് തുറന്നപ്പോൾ പറഞ്ഞു, മോളെ നീ ഇനി ഒന്നുകൊണ്ടും ഭയപ്പെടണ്ട, അമ്മ നിൻ്റെ എല്ലാ അസുഖങ്ങളും പൂർണ്ണമായും നിനക്ക് സൗഖ്യം നൽകി. അതിനെ അവിടെ CT സ്കാൻ എടുക്കാൻ ഡോക്ടർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ അമ്മ എനിക്ക് പ്രത്യക്ഷപ്പെട്ടതിൻ്റെ തലേ ദിവസമാണ് CT സ്കാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അമ്മ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ പിറ്റേ ദിവസം അവർ CT സ്കാൻ്റെ റിപ്പോർട്ട് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ക്യാൻസറിനുള്ള സാധ്യതയുണ്ട്. പക്ഷേ എനിക്ക് ഭയമൊന്നും തോന്നിയില്ല. കാരണം അവർ സ്കാൻ ചെയ്തത് തലേ ദിവസമാണ്. അന്ന് രാത്രിയാണ് അമ്മ അവളുടെ അടുത്ത് വന്നത്. അതുകൊണ്ട് ഞാൻ ഉറച്ചു വിശ്വസിച്ചു, ഇനി വരുന്ന റിപ്പോർട്ടിൽ യാതൊരു കുഴപ്പം അവൾക്കുണ്ടാവില്ല. അവർ പറഞ്ഞു, വയറിൻ്റെ ഉള്ളിൽ ഇൻഫ്ലമേഷൻ ഉള്ളതുകൊണ്ട് 10 ദിവസത്തിന് ശേഷമാണ് ഇനി അടുത്ത എൻഡോസ്കോപ്പി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോഴേക്കും ഇൻഫ്ലമേഷനൊക്കെ മാറണം. ഒരു സെക്കൻഡ് ഒപ്പീനിയൻ നിങ്ങൾ വലിയ ഹോസ്പിറ്റലിൽ പോയി ചെയ്യുന്നത് നല്ലതാണ്. ഞങ്ങൾ തൃശ്ശൂർ CMC വെല്ലൂർ ഹോസ്പിറ്റലിൽ പോയി. എൻ്റെ മകൾ തൃശ്ശൂർ ജൂബിലി ഹോസ്പിറ്റലിലെ സർജനായിട്ട് ജോലി ചെയ്യുന്ന ആളാണ്. ഞങ്ങൾ വെല്ലൂർ ഹോസ്പിറ്റലിൽ പോയി 10 ദിവസം കഴിഞ്ഞ് അവിടെ എൻഡോസ്കോപ്പി ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു, 2 കാര്യങ്ങൾ എടുത്തു പറഞ്ഞു. അവിടെ തടിപ്പൊന്നും കാണാനില്ല, ഒപ്പം തന്നെ എല്ലാ ഇൻഫ്ലമേഷനും മാറിയിരിക്കുന്നു, ഒരു കുഴപ്പമില്ല. ഇനി മൂന്നാമതായിട്ട് അവർ പറഞ്ഞ പ്രശ്നം ആമാശയ ഭിത്തിയുടെ കനം കൂടുതലാണ്, അത് കുറയണമെങ്കിൽ 1.5 മാസം വെയിറ്റ് ചെയ്യണം. അങ്ങനെ ഞങ്ങൾ 1.5 മാസം തുടർച്ചയായിട്ട് കൃപാസന മാതാവിനോട് പ്രത്യേകം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റണം എൻ്റെ മകളെ എന്ന് ഞാൻ പറഞ്ഞു. ആവർത്തിച്ച് ഞാൻ എല്ലാ നിമിഷം ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അതിൻ്റെ ഫലമായി തൈലം പൂശുകയും ഉപ്പ് ഉള്ളിലേക്ക് കഴിക്കാനായിട്ട് കൊടുക്കുകയും ചെയ്തു. ഒരാഴ്ച മാത്രമാണ് അവൾക്ക് ലീവ് എടുക്കേണ്ടി വന്നത്. തുടർന്ന് അവൾ ജോലിക്ക് പോയി. 1.5 മാസം കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ വെല്ലൂർ കൊണ്ടുപോയി CT സ്കാൻ എടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു, തടിപ്പല്ല, ആമാശയത്തിൻ്റെ ഭിത്തി കനം വളരെ കുറഞ്ഞു. ഞാൻ ഈ അത്ഭുത സൗഖ്യം എൻ്റെ മകൾക്ക് ലഭിച്ചത് അമ്മ മാതാവിൻ്റെ മാധ്യസ്ഥം വഴി തിരുക്കുമാരൻ ഞങ്ങൾക്ക് ചെയ്തു തന്ന ഏറ്റവും വലിയ അത്ഭുതമായിട്ട് ഞാൻ കാണുന്നു. ഈ സൗഖ്യം നേടിത്തന്ന അമ്മയ്ക്കും പരിശുദ്ധ തിരുക്കുമാരനും കോടാനുകോടി നന്ദികൾ ഞാനിവിടെ അർപ്പിക്കുന്നു. ഇതിൻ്റെ കൃത്യമായ വിവരം ഒന്നും കൂടെ വിശദമായി പറയാൻ ഞാൻ മകൾക്ക് കൊടുക്കും. എൻ്റെ പേര് ടീന. ഞാൻ തൃശ്ശൂർ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ സർജനായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. മമ്മി ഒരുവിധം എല്ലാം പറഞ്ഞു. ആകെയുള്ളത് ഒരു ഡോക്ടർ എന്ന രീതിയിൽ എൻ്റെ ചിന്ത പോയത്, ഇത് ബയോപ്സി റിപ്പോർട്ട് നെഗറ്റീവാണ് വരുന്നതെങ്കിൽ പോലും ഒരു സർജറി വേണ്ടി വന്നേനെ. കാരണം ഭക്ഷണം ആമാശയത്തിൽ നിന്ന് കുടലിലേക്ക് പോവേണ്ട ആ വഴി മൊത്തം അടഞ്ഞു പോയി.
അപ്പോൾ അതുകൊണ്ട് ആ ഒരു വഴി അതിന് വേണ്ടിയെങ്കിലും ഒരു സർജറി വേണ്ടി വരും എന്നുള്ള രീതിയിൽ ഞാൻ മമ്മിയുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ മമ്മി പറഞ്ഞു, ഇല്ല, ഞാൻ നീലവെളിച്ചം കണ്ടതാണ്, ഞാൻ മാതാവിനെ നിൻ്റെ അടുത്ത് കണ്ടതാണ്, അതുകൊണ്ട് നിനക്ക് ഒരു പ്രശ്നവും വരില്ല എന്ന് പറഞ്ഞ് അന്ന് വൈകിട്ട് തൊട്ട് എനിക്ക് വേദന വന്നിട്ടില്ല. പിറ്റത്തെ ദിവസം തൊട്ട് ഛർദി നിന്നു. ഭക്ഷണം കഴിച്ചിട്ട് അതിൽ പിന്നെ ഈ 2 മാസത്തിൽ ഒരിക്കൽ പോലും വേദന വരികയോ ഛർദി ഉണ്ടാവുകയോ ഒന്നും വന്നിട്ടില്ല. എനിക്ക് ഇത്രയും വലിയൊരു സൗഖ്യം വന്നത് കൃപാസന മാതാവിൻ്റെ മാധ്യസ്ഥത്തിലാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. യേശുവേ സ്തുതി, യേശുവേ നന്ദി. 27-ാം വാക്യം, അവൻ പറഞ്ഞു, മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ഈ തിരുവചനത്തിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഞാനും എൻ്റെ കുടുംബവും എനിക്ക് അമ്മ മാതാവും ഈശോയും വഴിയായി കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാനും അതേപോലെ അത് സാക്ഷ്യപ്പെടുത്തുവാനുമാണ് ഞാൻ ഈ എൻ്റെ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ ഇവിടെ നിൽക്കുന്നത്. അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം തുടങ്ങട്ടെ. എനിക്കും ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ ഈ അടുത്തിടെയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോഴെല്ലാം ഞാൻ ഈശോയോടും മാതാവിനോടും നന്നായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ച കാര്യങ്ങളൊന്നും ഫലപ്രാപ്തി അണിഞ്ഞില്ല. അപ്പോൾ ആ അവസരത്തിലാണ് ഞാൻ കൃപാസന മാതാവിനെ കുറിച്ചറിയുന്നതും മാതാവിൻ്റെ ഉടമ്പടിയെക്കുറിച്ചറിയുന്നതും. അങ്ങനെ ഞങ്ങളുടെ അവിടെ നിന്നും കുറച്ച് പേര് ഇതുപോലെ പോരുന്നുണ്ടായിരുന്നു കൃപാസനം പള്ളിയിലേക്ക്. അപ്പം ഞാനും കൂടെ ഇവിടെ പ്രാർത്ഥിച്ചൊരുങ്ങിയിട്ടാണ് ഞാൻ എൻ്റെ അമ്മ മാതാവിൻ്റെ അരികിലേക്ക് വന്നത്. അങ്ങനെ 2023 ഓഗസ്റ്റ് മാസം 8-ാം തീയതി ഞാൻ ഈ പുണ്യഭൂമിയിൽ വന്ന് പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി എടുത്തു. മറ്റുള്ളവർ എഴുതുന്നത് പോലെ തന്നെ ഞാനും 6 നിയോഗങ്ങൾ എഴുതി. അതിൽ പല നിയോഗങ്ങളും എനിക്ക് സാധിച്ചു കിട്ടി. അത് പറയുവാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. എൻ്റെ പേര് ലിസി. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ ചൊവ്വൂർ ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഇത് എൻ്റെ ഭർത്താവ് ജോൺസൺ. ഇത് എൻ്റെ മകൻ ലിജീൻ. എൻ്റെ മകൻ ലിജീൻ 2019 BTech പാസ്സായതാണ്. കുറച്ച് നാൾ IT ഫീൽഡിൽ ജോലി ചെയ്തു. പിന്നെ അവന് അത് താല്പര്യമില്ലാതായി. അപ്പോൾ ബാങ്ക് ടെസ്റ്റുകളും അതേപോലെ PSC എക്സാമൊക്കെ എഴുതി. അങ്ങനെ 2-3 വർഷത്തോളം എഴുതി. ഒന്നും തന്നെ ശരിയാവുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, അതായത് ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, മോനെ നീ അമ്മ മാതാവിൻ്റെ അടുത്ത് വന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കുക. അങ്ങനെ ഞങ്ങൾ കുടുംബം, അതായത് ഞാൻ അഞ്ചരയുടെ അച്ഛൻ്റെ പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥനയിൽ ഞാനും എൻ്റെ കുടുംബവും, ഞാൻ മാത്രമല്ല എൻ്റെ കുടുംബം ഒന്നിച്ചാണ് ഞങ്ങൾ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്നതും അതുപോലെ തന്നെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നതുമെല്ലാം. അങ്ങനെ അപ്പം ഞാൻ പറഞ്ഞു, മോനെ നീ മാതാവിൻ്റെ അവിടെ വന്ന് നമുക്ക് മാതാവിൻ്റെ പള്ളിയിൽ പോയി നമുക്ക് നല്ലവണ്ണം പ്രാർത്ഥിക്കാം. അങ്ങനെ അവൻ ഒരിക്കൽ പല ടെസ്റ്റുകളും എഴുതി. ഒരു ബാങ്ക് ടെസ്റ്റ് എഴുതി, പ്രിലിമിനറി പാസ്സായി, മെയിൻ ടെസ്റ്റ് പാസ്സായി. ഇൻ്റർവ്യൂവിന് ചെന്നപ്പോൾ ലാസ്റ്റായപ്പോൾ അവൻ ഫെയിലായി. അപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ നീ അമ്മയുടെ കൂടെ വായു, അമ്മ ഉടമ്പടി പുതുക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ നീ അമ്മയുടെ കൂടെ വന്ന് മാതാവിനോട് വളരെ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ മോൻ ഇവിടെ വന്ന് മാതാവിനോട് വളരെ ഭക്തിയോടെ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥിച്ച ഒരു ചൊവ്വാഴ്ചയാണ് ഞാനിവിടെ വന്നത്. ആ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് വെള്ളിയാഴ്ച, അതായത് ഞങ്ങൾ കുടുംബ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഉടമ്പടി പ്രാർത്ഥനയും കഴിഞ്ഞ് അവൻ റൂമിലേക്ക് ചെന്ന് ഫോൺ എടുത്ത് നോക്കിയപ്പോൾ അതിലൊരു മെസ്സേജ് വന്നിരിക്കുന്നു, ന്യൂ ഇന്ത്യ അഷുറൻസിൽ അവൻ സെലക്റ്റായി എന്ന്. വളരെയധികം സന്തോഷം തോന്നി. പിന്നെയും അതായത് അവൻ ബാങ്ക് ടെസ്റ്റുകളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ സന്തോഷം പങ്കിടാനായിട്ട്, മാതാവിനോട് പറയാനായിട്ട് ഞാനും അപ്പോയിൻമെൻറ്റ് ഓർഡർ കിട്ടിയപ്പോൾ ഞാനും മകനും കൂടെ ഇവിടെ വന്നു. അങ്ങനെ എനിക്ക് കിട്ടിയ സാക്ഷി ഞാനിവിടെ എഴുതി കൊടുത്തു. അതുപോലെ തന്നെ എൻ്റെ മോൻ അപ്പോയിൻമെൻറ്റ് ഓർഡർ മാതാവിൻ്റെ തിരുമുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് മോൻ പോയി ജോയിൻ ചെയ്തു. ഇപ്പോൾ അവൻ ന്യൂ ഇന്ത്യ അഷുറൻസിലാണ് ജോലി ചെയ്യുന്നത്.
ഇത് കഴിഞ്ഞതിന് ശേഷം തന്നെ അവന് 2 ബാങ്കുകളിലും സെലക്ഷൻ കിട്ടി. ബാങ്ക് ഓഫ് ബറോഡയിലും കിട്ടി, അതേപോലെ തന്നെ കേരള ഗ്രാമീൺ ബാങ്കിലും കിട്ടി. പക്ഷേ മാതാവും ഈശോയും തന്ന ആദ്യത്തെ ആ ജോലിയിൽ തന്നെയാണ് ഇപ്പോഴും അവൻ തുടർന്നു പോകുന്നത്. അങ്ങനെ ഞാൻ നേർന്നിട്ടുണ്ടായിരുന്നു, എൻ്റെ മകന് ജോലി കിട്ടിയാൽ ആദ്യത്തെ ശമ്പളം മുഴുവൻ ഞാൻ കാരുണ്യ പ്രവർത്തനങ്ങൾക്കായിട്ട് നീക്കി വയ്ക്കുമെന്ന്. അങ്ങനെ എൻ്റെ മകൻ്റെ ആദ്യത്തെ ശമ്പളം ഒരു പൈസ പോലും കുറവ് വരുത്താതെ ഞാൻ കാരുണ്യ പ്രവർത്തനങ്ങൾക്കായിട്ട് നീക്കി വെച്ചു. പിന്നെ രണ്ടാമത് എനിക്ക് കിട്ടിയ അനുഗ്രഹം എൻ്റെ ഭർത്താവിന്, അതായത് എൻ്റെ ഭർത്താവ് ജോൺസൺ, അദ്ദേഹം ഒരു 20 വർഷത്തോളമായിട്ട് അദ്ദേഹം ഒരു പ്രമേഹ രോഗിയാണ്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഷുഗറൊക്കെ ടെസ്റ്റ് ചെയ്യും, നോക്കും. അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ നോർമലായിട്ട് പോവുകയാണ്. അപ്പോൾ ഒരു ദിവസം ഡോക്ടർ പറഞ്ഞു, ഈ 10-60 വയസ്സൊക്കെ കഴിഞ്ഞില്ലേ, ഇനി ഒന്ന് തൈറോയിഡും കൂടെ ഒന്ന് നോക്കുക. തൈറോയിഡിൻ്റെ യാതൊരു ബുദ്ധിമുട്ടുകളോ ലക്ഷണങ്ങളോ എൻ്റെ ആൾക്കുണ്ടായിരുന്നില്ല. പക്ഷേ ഡോക്ടർ പറഞ്ഞു എന്നാലും ഒന്ന് തൈറോയിഡ് ഒന്ന് നോക്കിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഡോക്ടറെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ TSH, T3, T4 എന്നീ കാര്യങ്ങൾ നോക്കാൻ പറഞ്ഞു. അങ്ങനെ അത് നോക്കിയപ്പോൾ TSH നോർമലാണ്, T3, T4 നോർമലിനേക്കാൾ വളരെ താഴ്ന്ന നിലയിലാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതെന്താ ഇങ്ങനെ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തപ്പോൾ അതിൽ കഴലകൾ കണ്ടെത്തി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഡോക്ടർ ഒരു ഫിസിഷ്യനാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എൻഡോക്രൈനോളജിസ്റ്റിനെ പോയിട്ട് കാണാൻ പറഞ്ഞു. അങ്ങനെ എൻഡോക്രൈനോളജിസ്റ്റിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ ഒരു ബ്ലഡ് ടെസ്റ്റും കൂടെ ചെയ്യാൻ പറഞ്ഞു. ഫ്രീ T3, ഫ്രീ T4 ഇത് 2 ചെയ്തു വരാൻ പറഞ്ഞു. അത് ചെയ്തു വന്നപ്പോൾ ഒരു കുഴപ്പവുമില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു 6 മാസം കഴിഞ്ഞിട്ട് താൻ വീണ്ടും അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തു വരാൻ പറഞ്ഞു. അങ്ങനെ 6 മാസം കഴിഞ്ഞ് വീണ്ടും അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് ചെന്നു. അപ്പോൾ അതിൽ നോക്കിയപ്പോൾ ആദ്യം ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ കടലകൾ കണ്ടെത്തി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ശരിയാവില്ലല്ലോ, അപ്പോൾ നമുക്കൊന്ന് FNAC ചെയ്ത് നോക്കാം, കടലകളിൽ നിന്ന് കുത്തിയെടുത്ത് പരിശോധിക്കാം. അങ്ങനെ കടലകളിൽ നിന്ന് കുത്തിയെടുത്ത് പരിശോധന നടത്തി. ഈ സമയമെല്ലാം ഞങ്ങൾ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് വളരെ ഭക്തിയോടെ വിശ്വാസത്തോടു കൂടെ തീക്ഷ്ണമായി അമ്മ മാതാവിനോടും ഈശോയോടും ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ തൈറോയിഡ് ക്യാൻസറാണ്. അങ്ങനെ ഞങ്ങളാകെ തകർന്നു പോയി. അമ്മ മാതാവിനോട് ഈശോയോട് ഞങ്ങൾ വളരെ തീക്ഷ്ണമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്ത് തന്നെയായാലും ഇത് എത്രയും വേഗം ഇത് റിമൂവ് ചെയ്ത് കളയണം. അങ്ങനെ ഞങ്ങൾ ഡേറ്റ് എടുത്തു, ഞങ്ങൾ സർജറി ചെയ്തു. അങ്ങനെ അതിന് ശേഷം ഡോക്ടർ പറഞ്ഞു ബയോപ്സിക്ക് അയക്കാമെന്ന് പറഞ്ഞ് ബയോപ്സിക്ക് അയച്ചു. അങ്ങനെ 10 ദിവസം കഴിഞ്ഞ് ഞങ്ങളോട് റിസൾട്ട് വാങ്ങാൻ പറഞ്ഞു. അങ്ങനെ 10 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ റിസൾട്ട് വാങ്ങാൻ പോകുന്ന അന്ന് വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ച് ജപമാല ചൊല്ലി, മാതാവിൻ്റെ പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ചൊല്ലി, ഉടമ്പടി തൈലം പൂശി, അങ്ങനെ ഉടമ്പടി വസ്തുക്കളെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് ഞങ്ങൾ റിസൾട്ട് വാങ്ങാൻ പോയത്. അവിടെ ചെന്ന് ഡോക്ടർ റിസൾട്ട് നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞു മോനെ നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നിൻ്റെ ശരീരത്തിൽ ഇപ്പം ക്യാൻസറിൻ്റെ ഒരു സെല്ലുകളുമില്ല, നീ സുഖമായിട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഇനി ഇടയ്ക്കിടയ്ക്ക് ഫോളോ അപ്പ് നടത്തിയാൽ മതി. ഇത്ര വലിയ അനുഗ്രഹം തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. പിന്നെ അടുത്തതായിട്ട് 5 വർഷത്തോളമായി എനിക്ക് ഭയങ്കര മുട്ടുവേദനയായിരുന്നു. അപ്പോൾ പള്ളിയിൽ പോയിട്ട് മുട്ടുകുത്താനൊന്നും എനിക്ക് സാധിക്കുമായിരുന്നില്ല. അതേപോലെ കുടുംബ പ്രാർത്ഥനയിലൊന്നും മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റില്ല. ഡോക്ടർ പറഞ്ഞു അസ്ഥി തേയ്മാനമാണ്, മുട്ടുകുത്തരുത്, ഒരിക്കലും മുട്ടുകുത്തരുതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്ത് 2ാമത്തെ ഉടമ്പടി പുതുക്കലിന് ശേഷം ഞാൻ പതിയെ ഒന്ന് മുട്ടുകുത്താൻ തുടങ്ങി. അപ്പോൾ എനിക്ക് വേദനയുണ്ട്, എങ്കിലും മാതാവിൽ വിശ്വസിച്ച് ഈശോയിൽ വിശ്വസിച്ച് ഉടമ്പടി തൈലൊക്കെ പുരട്ടി ഞാൻ മുട്ടിന്മേൽ നിന്ന് തുടങ്ങി. ഇപ്പോൾ എനിക്ക് യാതൊരു പ്രയാസവും കൂടാതെ എത്ര മണിക്കൂർ വേണമെങ്കിലും മുട്ടിന്മേൽ നിന്ന് എനിക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കും. എനിക്കിപ്പോൾ യാതൊരു മുട്ടുവേദനയുമില്ല. ഇത്ര വലിയ അനുഗ്രഹം തന്ന അമ്മ മാതാവിന് ഞാൻ നന്ദി പറയുന്നു. അതുപോലെ തന്നെ കൊറോണ കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ജലദോഷം വരും. അതുപോലെ തന്നെ ചുമയും കഫക്കെട്ടും, പിന്നീട് അത് ശ്വാസമുട്ടായി മാറി. അപ്പോൾ ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇൻഹെയിലർ ഉപയോഗിക്കണം, മരുന്നുകൾ ഉപയോഗിക്കണം എന്ന് പറഞ്ഞു.
അങ്ങനെ ഞാൻ 1-2 വർഷത്തോളം ഞാൻ ഇൻഹെയിലറും മരുന്നൊക്കെ ഉപയോഗിച്ച് അങ്ങനെ ഇതിനോടൊപ്പം തന്നെ മാതാവിൻ്റെ ഉടമ്പടി വസ്തുക്കളും ഞാൻ ഭക്തിപൂർവ്വം ഉപയോഗിക്കാറുണ്ടായിരുന്നു. അങ്ങനെ അവസാനം ഒരു ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു 1 വർഷം കൊണ്ട് ഞാൻ ഈ ആസ്മ മാറ്റി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ പറഞ്ഞു ഇൻഹെയിലർ ഉപയോഗിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 1-2 പ്രാവശ്യം ഡോക്ടറുടെ അരികിൽ പോയി. 3-ാമത്തെ പ്രാവശ്യം ഡോക്ടറുടെ അരികിൽ ചെന്ന് ഡോക്ടർ പരിശോധിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പം തനിക്ക് ഒരു കുഴപ്പമില്ലല്ലോ, ആസ്മയുടെ യാതൊരു ലക്ഷണങ്ങളും ഇപ്പം തനിക്കില്ല, ഇനി താൻ മരുന്നും കഴിക്കേണ്ട, ഇൻഹെയിലർ ഉപയോഗിക്കേണ്ട. അപ്പോൾ വളരെ സന്തോഷമായി. ഇത് അമ്മ മാതാവ് എനിക്ക് തന്ന വലിയ അനുഗ്രഹമാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നത്, ഞാൻ എല്ലാ മാസവും പത്രം വായിച്ച്, അതായത് എനിക്ക് എല്ലാ മാസവും ഇവിടെ വരാൻ സാധിക്കുമായിരുന്നില്ല, എങ്കിലും ഞാൻ ഇവിടെ വരുന്ന ആളുകളുടെ കയ്യിൽ പൈസ കൊടുത്തയച്ചിട്ട് എല്ലാ മാസവും ഞാൻ പത്രം വരുത്തി ഞാൻ ഓരോ പത്രത്തിന്മേലും വിശുദ്ധ തൈലം കൊണ്ട് കുരിശ് വരച്ച് വിശ്വാസപ്രമാണം ചൊല്ലി, അതായത് ഇത് കിട്ടുന്ന മക്കൾക്ക് ഈശോയുടെയും മാതാവിൻ്റെയും അനുഗ്രഹം ലഭിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ സമീപ പ്രദേശങ്ങളിലുള്ള എല്ലാ വീടുകളിലും കൊണ്ടുപോയി കൊടുക്കാറ്. അവരിതേപോലെ ഇവിടെ വന്ന് ഉടമ്പടി, അതായത് മാതാവിനോട് പ്രാർത്ഥിക്കുകയും ഉടമ്പടി എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ്, അതേപോലെ അതേപോലെ തന്നെ ഉടമ്പടി ധ്യാനങ്ങൾ, ഇതൊക്കെ ഞാൻ ഇതിലും ഒക്കെ കൃത്യമായിട്ട് ഞാൻ സംബന്ധിക്കുകയും അന്ന് തന്നെ ആ ചൊവ്വാഴ്ച ദിവസം തന്നെ ഞാൻ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. ശരിക്കും അച്ഛൻ്റെ ആ ഉടമ്പടി ധ്യാനം ശരിക്കും ഒരു ആത്മീയ ഭക്ഷണമാണ് നമുക്ക്. അതായത് മാതാവ് വഴി ഈശോയെ കൂടുതൽ അറിയാനും ഈശ്വരവിശ്വാസത്തിൽ ആഴമായി വളരാനും അച്ഛൻ്റെ ഓരോ ഉടമ്പടി ധ്യാനവും നമ്മെ സഹായിക്കുന്നുണ്ട്. ഒരു ഉടമ്പടി ധ്യാനവും ഞാൻ മുടക്കാറില്ല. അതുപോലെ തന്നെ മാതാവിൻ്റെ ഉടമ്പടി സാക്ഷ്യങ്ങൾ ഞാൻ കേൾക്കുകയും, അതായത് എനിക്ക് വേദന വരുന്ന സമയങ്ങളിലെല്ലാം, മാനസികമായി വിഷമിക്കുന്ന സമയങ്ങളിലെല്ലാം അതായത് സാക്ഷ്യം കേൾക്കുകയും അതുപോലെ തന്നെ അത് ഷെയർ ചെയ്യുകയും ചെയ്യാറുണ്ട്. എല്ലാ സാക്ഷ്യങ്ങളും ഞാൻ എൻ്റെ ഫ്രണ്ട്സിനും പല ഗ്രൂപ്പുകളിലേക്കും ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തനങ്ങളായിട്ട് ഞാൻ ചെയ്യുന്നത്, ഞങ്ങളുടെ വരുമാനത്തിൻ്റെ ഒരു പങ്ക് ഞങ്ങൾ അതായത് പാവപ്പെട്ട രോഗികൾക്കും അതേപോലെ ഞങ്ങളുടെ പരിസര പ്രദേശങ്ങളിൽ സാമ്പത്തികമായി പഠിക്കാൻ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മക്കൾക്കും ഞാൻ കൊടുക്കാറുണ്ട്. എല്ലാ മാസവും ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു കിഡ്നി ഡാമേജ് ആയ ഒരു മകനുണ്ട്. ഷുഗർ മൂലം കാഴ്ചയും പോയി. അങ്ങനെയുള്ള മകൻ്റെ ഇപ്പോൾ സർജറി, ഇപ്പം അടുത്ത് അമ്മയുടെ കിഡ്നി മാറ്റി വെച്ച് സർജറി ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ആ മകനെ കുറേ കാലമായിട്ട് ഞാൻ എന്നും എന്നെക്കൊണ്ടാവുന്ന ഒരു സഹായം എല്ലാ മാസവും ഞാൻ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ പാലിയേറ്റീവ് കെയറിൽ രോഗികളെ കാണാൻ പോകാറുണ്ട്, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവരോട് ക്ഷമിക്കാനും അതേപോലെ അവരോട് സൗമ്യമായി പെരുമാറാനുമെല്ലാം എനിക്ക് ഈ ഉടമ്പടി എടുത്തത് മൂലമാണ് എനിക്ക് സാധിച്ചത്. അതേപോലെ തീക്ഷ്ണമായിട്ട് ഇപ്പോൾ പ്രാർത്ഥിക്കാനും കൂടെ ജപമാലകൾ ചൊല്ലി പ്രാർത്ഥിക്കാനും അമ്മ മാതാവിലൂടെ എനിക്ക് അനുഗ്രഹവും കൃപയും ലഭിച്ചു. അതുപോലെ തന്നെ പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു അഗതി മന്ദിരമുണ്ട്. സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു അഗതി മന്ദിരമാണ്. എല്ലാ ആഴ്ചയിലും വ്യാഴാഴ്ച ദിവസം ഞങ്ങൾ അവിടെ പോയി അവരോട് കുറച്ച് നേരം ഇരുന്ന് സംസാരിക്കുകയും അവർ കിടക്കുന്ന സ്ഥലമെല്ലാം അടിച്ചു വാരി കഴുകി വൃത്തിയാക്കുകയും അവർ ഉപയോഗിക്കുന്ന ടോയ്ലറ്റുകൾ കഴുകി വൃത്തിയാക്കുകയും ചെയ്യാറുണ്ട്. എല്ലാ ആഴ്ചയിലും ഞങ്ങൾ പോയി അത് ചെയ്യാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ മാസത്തിൻ്റെ ആദ്യത്തെ ഞായറാഴ്ച ഞങ്ങൾ പൊതിച്ചോറ് കൊടുക്കാറുണ്ട്. ഇതെല്ലാം ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഈ പ്രവൃത്തികളെല്ലാം ഞങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ എല്ലാ മാസവും ആദ്യത്തെ ഞായറാഴ്ച ഞങ്ങൾ പൊതിച്ചോറ് കൊടുക്കാറുണ്ട്. അങ്ങനെ ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകിയ അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം, ആവേ മരിയ. എനിക്ക് ജോലി കിട്ടാൻ എന്നെ സഹായിച്ച അമ്മ മാതാവിനും ഈശോയ്ക്കും അമ്മ മാതാവിനും തിരുകുമാരനും ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ പേര് ഭദ്ര എന്നാണ്. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഞാൻ 2022 ഒക്ടോബറിലാണ് ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ ആദ്യമൊന്നും എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല, പക്ഷേ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു. അമ്മ ഉടമ്പടി എടുത്ത് വീട്ടിൽ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു.
ആ സമയത്ത് എനിക്ക് ജോലി ഉണ്ടായിരുന്നില്ല. ഞാൻ ജേർണലിസം പഠിച്ച ഒരാളാണ്. അപ്പോൾ എനിക്ക് ജോലി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നു. അപ്പം അമ്മ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് അമ്മ എന്നെ എപ്പോഴും വിളിക്കുമായിരുന്നു, കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാനൊക്കെ പറയുമായിരുന്നു. പക്ഷെ ഞാൻ ആദ്യഘട്ടത്തിലൊന്നും അങ്ങനെ പോയിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് ഞാൻ അമ്മയുടെ കൂടെ ഇങ്ങനെ ഇരുന്ന് എന്താ ചെയ്യണമെന്നൊക്കെ ഇങ്ങനെ നോക്കി കണ്ടൊക്കെ ഇങ്ങനെ ചെയ്യുമായിരുന്നു. അപ്പം ആ സമയത്ത് ഞാനിങ്ങനെ മാതാവിനോട് പറഞ്ഞു, എനിക്ക് ജോലി കിട്ടുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും കൃപാസനത്തിൽ വരാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പറഞ്ഞ് 2 ദിവസം കഴിയുമ്പോഴത്തേക്കും എനിക്ക് കേരള വിഷൻ എന്ന് പറയുന്ന ചാനലിൽ നിന്ന് ഇൻ്റർവ്യൂവിന് വിളിക്കുകയാണ്. അപ്പം ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു. പക്ഷേ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് എനിക്ക് ആ ഒരു സെലക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അന്ന് എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. ഞാൻ അമ്മയോട് എനിക്കൊരു വിശ്വാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ കൂടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്തായാലും ജോലി കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ അമ്മയല്ല വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അമ്മയുടെ അടുത്ത് എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. ഞാൻ അമ്മേനെ ഭയങ്കര ചീത്തയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. ഞാൻ മാതാവിനോട് ഞാൻ പറഞ്ഞു, ഞാൻ ഇനി പ്രാർത്ഥിക്കാൻ എന്തായാലും അമ്മയുടെ കൂടെ ഇരിക്കില്ല. കാരണം ഞാൻ അത്രയും പ്രതീക്ഷിച്ചിട്ട് പോലും എനിക്ക് കിട്ടിയില്ലല്ലോ. കാരണം എനിക്കൊരു അഹങ്കാരം ഉണ്ടായിരുന്നു, കഴിവുണ്ട്. പക്ഷേ എനിക്ക് എന്തുകൊണ്ടാണ് അവർ ചോദിച്ച എല്ലാ ചോദ്യത്തിനും ഞാൻ ഉത്തരം പറഞ്ഞു, പക്ഷേ സെലക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ മാതാവിനെ പോലും ഞാൻ തള്ളിപ്പറഞ്ഞൊരു സമയം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവിടുന്ന് ഞാൻ അത്രയും കരഞ്ഞ് എൻ്റെ അമ്മേനെ പോലെ ചീത്ത വിളിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അമ്മയും കരയുന്നുണ്ട്. കരഞ്ഞിട്ട് അമ്മ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു. അവിടുന്ന് ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് മെയിൽ വരികയാണ്, സെലക്ഷൻ ആയിട്ടുണ്ട്, ജോയിൻ ചെയ്യാൻ പറഞ്ഞിട്ട്. പക്ഷേ എൻ്റെ സാലറി എന്ന് പറയുന്നത് 15,000 രൂപയാണ്. അപ്പോൾ എനിക്ക് 15,000 രൂപ കൊണ്ട് എനിക്കൊന്നും ആവില്ല, കൊച്ചിയിൽ ചെന്ന് നിന്നിട്ട് ഒന്നും ആവില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവേ എനിക്ക് ജോലി തന്നതിന് വളരെയധികം നന്ദിയുണ്ട്, പക്ഷേ എനിക്ക് 15,000 രൂപ കൊണ്ട് ഒന്നും ആവില്ല, കുറച്ചും കൂടിയും എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ നന്നായിരുന്നു എന്ന് പറഞ്ഞു. അവിടുന്ന് ഒരു 2 ദിവസം കഴിയുമ്പോഴേക്കും എന്നെ അവർ വിളിച്ചിട്ട് പറഞ്ഞു, 20,000 രൂപയാണ് നിങ്ങളുടെ പോസ്റ്റ്, സബ് എഡിറ്റർ പോസ്റ്റാണ്. ട്രെയിനി പോസ്റ്റിൽ നിന്ന് എനിക്ക് സബ് എഡിറ്റർ പോസ്റ്റായിട്ട് എൻ്റെ സാലറി 5,000 രൂപ കൂട്ടി കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അവിടുന്ന് ഞാൻ അമ്മ മാതാവിനെ അന്ന് തൊട്ട് പിടികൂടിയതാണ്. ഞാൻ അമ്മ മാതാവിനെ പിന്നെ ഞാൻ ഇതുവരെ ഈ നിമിഷം വരെ ഞാൻ അമ്മേനെ ഉപേക്ഷിച്ചിട്ടില്ല. ഞാൻ അതിനുശേഷം കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തിട്ട് ആ സമയത്ത് ഭയങ്കര എനിക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോലും ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോലും അടുത്ത് ഇത് ഇങ്ങനെയൊക്കെയാണ് അമ്മയുടെ അത്ഭുതങ്ങൾ കാര്യങ്ങൾ എന്ന് പറഞ്ഞ സാക്ഷ്യമടക്കം അവരെന്നെ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു ഹോസ്റ്റലിലുള്ള സമയത്ത്. പിന്നെ അവിടുന്ന് ഒരു കൊല്ലം കഴിഞ്ഞ് 2023 നവംബറിൽ ഞാൻ തമിഴ്നാട്ടിലൊരു ടൂറിന് പോയി ഫ്രണ്ട്സിൻ്റെ കൂടെ. അപ്പോൾ ആ സമയത്ത് എനിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി. അത് ആക്സിഡൻ്റ് ഉണ്ടാവുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബസ്സിൽ കയറി നമുക്കറിയാമല്ലോ KSRTC ബസ്സിൽ സിംഗിൾ സീറ്റ് ഉണ്ടാവും. അപ്പോൾ ആ സീറ്റിലിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അവിടെ ഇരിക്കാൻ വേണ്ടി. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ അവിടെ പോയി ഇരിക്കുകയാണ് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, തൽക്കാലം നീ അവിടെ പോകണ്ട, ഇവിടെ ഇരിക്കുക, കുറച്ച് കഴിഞ്ഞിട്ട് ഉറക്കമൊക്കെ വരുമ്പോൾ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. ഞാൻ നോക്കി അടുത്ത സ്റ്റോപ്പിൽ ആ സീറ്റിൽ വേറൊരു ചേച്ചി വന്നിരുന്നു. അപ്പോൾ പിന്നെ ഞാനത് മൈൻഡ് ചെയ്തില്ല. അപ്പം ഞങ്ങൾ സംസാരിച്ച് ഞാനങ്ങനെ പതുക്കെ ജസ്റ്റ് ഒന്ന് കണ്ണടച്ചപ്പോഴത്തേക്കും ആക്സിഡൻ്റായി, വണ്ടി തട്ടി. എൻ്റെ ബസ്സിൽ ആ സ്ത്രീ ഇരുന്നിരുന്ന ആ സീറ്റടക്കം അവിടെ കാണാനില്ല. ആ സീറ്റ് പിന്നെ ടയറിൻ്റെ അടിയിലാണ്, ആ ലേഡി കിടക്കുന്നത് ടയറിൻ്റെ അടിയിൽ. അപ്പം ഞാൻ ആ ചേച്ചിയുടെ അടുത്ത്, എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, എടാ എന്താ സംഭവിച്ചത്, എന്താ ഉണ്ടായത് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, നീ അങ്ങോട്ട് നോക്കാൻ നിൽക്കണ്ട, ആ ചേച്ചി അവിടെയല്ല, ആ ചേച്ചി ബസ്സിൻ്റെ അടിയിലാണ് കിടക്കണേന്ന് പറഞ്ഞു. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ പോകുന്ന സമയത്ത് അമ്മ മാതാവൻ ഞാൻ എപ്പോഴും എൻ്റെ ഡ്രസ്സിൽ പിൻ ചെയ്തിട്ട് കാശ് രൂപം പിൻ ചെയ്തിട്ട് വെച്ചിട്ടാണ് പോവുക, എവിടെ പോവുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് എനിക്ക് എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. പിന്നെ എനിക്ക് ആ ആക്സിഡൻറ്റിൽ എനിക്ക് പരിക്ക് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പുരികത്തിൻ്റെ മുകളിലൊരു ഹോളാവുക ചെയ്തത്. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണിൽ കൊള്ളാനുള്ളത് പുരികത്തിൽ കൊണ്ടു എന്നുള്ളതാണ്. അപ്പം എൻ്റെ മാതാവ് അവിടെ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളത് എനിക്ക് അത്ര വിശ്വാസം വന്നു. ആ സമയത്ത് ഞാൻ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞു, അമ്മയുള്ളതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. കാരണം ആ സമയത്ത് എന്താണ് ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല, കൈയും കാലമൊക്കെ വിറച്ചിരിക്കുകയാണ്. അപ്പോൾ എന്നെ അത്രയും നേരം ആ പറഞ്ഞ കണ്ടക്ടർ അടക്കം ഭയങ്കര ചീത്ത വിളിച്ചു ഞങ്ങളെ. കാരണം നമ്മൾ മലയാളികളാകുമ്പോൾ പ്രത്യേകിച്ച് അവർക്കൊരു ഇതുണ്ടാവും. അപ്പം അങ്ങനെ ആ കണ്ടക്ടർ അത്രയും ചീത്ത വിളിച്ചിരിക്കുന്ന സമയമായിരുന്നു. നോക്കുമ്പോൾ ഈ ആക്സിഡൻറ്റ് സംഭവിച്ച സമയത്ത് പുള്ളി എൻ്റെ കാലിൻ്റെ ചോട്ടിലിരിക്കുകയാണ്. അപ്പം ഞാൻ നോക്കുമ്പോൾ പുള്ളിയുടെ കാലൊന്നും കാണാനില്ല. അപ്പം ഞാൻ വിചാരിച്ചു കാലൊക്കെ എന്തെങ്കിലും സംഭവിച്ചിട്ട് ഞാൻ വേഗം എൻ്റെ കാശ് രൂപ എടുത്തിട്ട് അയാളെന്നെ പൊക്കി ഇങ്ങനെ എടുത്തപ്പോൾ കാല് കാണാനുണ്ട്. അങ്ങനെ ഞങ്ങൾ വേഗം എൻ്റെ പരിക്കൊക്കെ ഞാൻ മറന്നു. ഞാനും എൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടി ഇവരെന്നെ ആംബുലൻസ് വന്നപ്പോൾ അതിലേക്കൊക്കെ കയറ്റാനും ഒക്കെ ആയിട്ട് നിന്നു. എൻ്റെ ഒരു എന്താ പറയുക, മാതാവ് എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളത് എന്നെ വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്.
അതിനുശേഷം കേരള വിഷനിൽ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് അവിടെ ഒരു ചെറിയൊരു പ്രതിസന്ധി ഉണ്ടായി. കാരണം സാലറി ഇഷ്യൂസ് ഉണ്ടായി, പിന്നെ ആൾക്കാരനൊക്കെ അവർ പറഞ്ഞു വിടുന്നൊരു പ്രശ്നമുണ്ടായി. അങ്ങനെയൊക്കെ ഉണ്ടായപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവായിട്ട് എനിക്ക് തന്ന ജോലിയാണ്, അതുകൊണ്ട് ഇത് തിരിച്ചെടുത്താലും എനിക്ക് വിഷമമില്ല, പക്ഷേ വീട്ടിലിരുത്തരുത് തന്നെ, വേറൊരു ജോലി എനിക്ക് കിട്ടിയിട്ട് എനിക്ക് ഇവിടുന്ന് ഇറങ്ങണം എന്നൊരാഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. അത് പറഞ്ഞ് ഞാൻ ഉടമ്പടി കഴിഞ്ഞ ഡിസംബറിലായിരുന്നു, ഉടമ്പടി എടുക്കുന്നതിന് മുമ്പേ ആയിരുന്നു. അത് വന്ന് ഉടമ്പടി എടുക്കുക വെച്ചാൽ പുതുക്കാൻ വന്ന സമയത്താണ്. അപ്പം ഞാൻ പുതുക്കാൻ വന്നപ്പോൾ ഇതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, ഞാനിങ്ങനെ എനിക്ക് ജോലി നഷ്ടപ്പെടരുത്, പോവുകയാണെങ്കിൽ തന്നെ വേറൊരു കമ്പനിയിലേക്ക് എനിക്ക് മാറ്റം വേണം എന്ന് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. അത്രയും കരഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. അത് നോക്കിയപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് ഏകദേശം ജനുവരി പകുതിയൊക്കെ ആയപ്പോഴത്തേക്ക് എന്നെ കൈരളിയിൽ നിന്ന് വിളിച്ചു. കൈരളിയിൽ നിന്ന് വിളിച്ചപ്പോൾ എൻ്റെ ഫ്രണ്ട് വഴിയാണ് എന്നെ വിളിക്കുന്നത്. വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, അങ്ങനെ ഇൻ്റർവ്യൂ ഉണ്ട്, വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാനങ്ങനെ ഇൻ്റർവ്യൂവിന് പോയി. എനിക്ക് സെലക്ഷൻ കിട്ടി. എനിക്ക് കേരള വിഷനിൽ ഉണ്ടായിരുന്നേക്കാട്ടിലും സീനിയർ പോസ്റ്റാണ് കിട്ടിയത്. നല്ല സാലറി ഉണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ റീഡിങ്ങിനുള്ള ചാൻസും കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ ആ രീതിയിലൊക്കെ ഞാൻ മാതാവിനങ്ങനെ എനിക്കറിയാം, വിശ്വസിച്ചാൽ ഒരിക്കലും കൈവിടില്ല എന്നുള്ളത് വീണ്ടും വീണ്ടും മാതാവ് എൻ്റെ അടുത്ത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പണ്ടൊക്കെ ഭയങ്കര ദേഷ്യം ഉണ്ടായിരുന്നു. ഇപ്പം എനിക്കങ്ങനെ ദേഷ്യമല്ല, ഞാനിങ്ങനെ എല്ലാവരും പറയുമ്പോഴും, പണ്ടൊക്കെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും കേട്ടിരിക്കാനുള്ളൊരു മനസ്സുണ്ടായിരുന്നില്ല. 2 വാക്ക് കേൾക്കുമ്പോഴേക്കും പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ വിട്ട് കളയും. പക്ഷെ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നം പറഞ്ഞാലും ഞാനിങ്ങനെ കേട്ടിരുന്ന് എനിക്കത് എന്തോ അറിയില്ല, എനിക്ക് എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളത് എനിക്ക് 100% ഉറപ്പാണ്. മാതാവിനും തിരുകുമാരനും ഒരിക്കൽ കൂടി ഞാൻ കോടാനുകോടി നന്ദി പറയാണ്. എൻ്റെ ഈ സ്വഭാവം പോലും മാറ്റി നല്ലൊരു മനുഷ്യനാക്കിയത്. പിന്നെ പത്രം, ഞാൻ ഈ പറഞ്ഞത് പോലെ തന്നെ എനിക്ക് പത്രം കൊടുക്കാനൊക്കെ ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ അമ്മയുടെ കയ്യിലാണ് കൊടുത്തു വിടാറ്. കാരണം എനിക്ക് ഒരു നമ്മളിത് ചെയ്യുന്നത് ശരിയാണോ, അല്ലെങ്കിൽ ആൾക്കാരെന്ത് വിചാരിക്കും, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ജേർണലിസം പഠിച്ച ഒരാളല്ലേ, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ, അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും, ഞാൻ കൈരളിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ എന്നാൽ പോലും എനിക്കൊരാളുടെ മുമ്പിലും പോയി നിന്ന് പറയാൻ എനിക്കൊരു ധൈര്യക്കുറവില്ല. ഞാൻ പറയും, എൻ്റെ അമ്മ മാതാവ് എന്നെ സഹായിച്ചത് ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞ് എനിക്കുണ്ടായ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടാണ് വിശ്വാസപ്രമാണം ചൊല്ലി പത്രം കൊടുക്കും. ഒപ്പം തന്നെ ഞങ്ങളുടെ അവിടെ വൃദ്ധസദനമുണ്ട്. അപ്പോൾ എനിക്ക് സാലറി കിട്ടുന്ന സമയത്ത് അമ്മമാരെ കാണാൻ പോവും, അവർക്ക് പൈസ കൊടുക്കും. പിന്നെ ഞങ്ങളുടെ അവിടെ 2-3 ചേട്ടന്മാർ വയ്യാതെ കിടക്കുന്നവരുണ്ട്. അപ്പോൾ അവരെ പോയി കാണും. അപ്പോൾ അമ്മയും ഞാനും കൂടെ പോവുക. അപ്പോൾ കാശുരൂപം അവരുടെ കയ്യിൽ വെച്ച് പ്രാർത്ഥിക്കും. പിന്നെ തൈലം തൊട്ട് അവരെ തൊട്ട് ഇങ്ങനെ ഇതാക്കും, നെറ്റിലൊക്കെ വരച്ചു കൊടുക്കും, കുരിശ് വരയ്ക്കും, അങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ ഞാനൊരു ഹിന്ദു കുടുംബത്തിൽ നിന്ന് വരികയാണ്. അപ്പോൾ പല ആൾക്കാരും പല രീതിയിൽ വിമർശിക്കുന്നുണ്ട് ഇങ്ങനെ കൃപാസനത്തിൽ വരുന്നതിന്. പക്ഷേ നമ്മളതൊന്നും മൈൻഡാക്കുന്നില്ല. കാരണം വിശ്വാസം എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ അമ്മ മാതാവിനെ വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ആ അമ്മ കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെന്തും. അങ്ങനെയാണ് ഇപ്പോൾ ആ ഒരു 2022 ഒക്ടോബറിൽ ഞാൻ ഉടമ്പടി എടുത്ത ആ സമയം മുതൽക്ക് ഇന്നീ നിമിഷം വരെ ഞാൻ അമ്മേനെ കൈവിട്ടിട്ടില്ല. അമ്മ എന്നെയും കൈവിടില്ല എന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. അതെ, അമ്മ മാതാവിനും തിരുകുമാരനും ഒരുപാട് കോടാനുകോടി നന്ദിയുണ്ട്. എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. കാരണം അത്രമാത്രം സഹായിക്കുന്നുണ്ട്. തളർന്നു പോകുന്ന പല ഘട്ടങ്ങളിലും എന്നെ അമ്മ സഹായിച്ചിട്ടുണ്ട്. ജോലി പോയി വീട്ടിലിരിക്കരുതെന്ന് പറഞ്ഞ ആ സമയത്തൊക്കെ തന്നെ അമ്മ എനിക്ക് എന്താ വേണ്ടത് നമ്മൾ ചോദിക്കേണ്ട ആവശ്യമില്ല, ആ സമയത്ത് അമ്മ നമ്മുടെ കയ്യിൽ കൊണ്ടു തരുന്നു എന്നുള്ളതാണ്. മനസ്സറിഞ്ഞ് അമ്മ പ്രവർത്തിക്കുന്നുണ്ട്. എൻ്റെ സ്വന്തം അമ്മേനെ പോലെ തന്നെ അമ്മ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. ഞാൻ പണ്ട് മുതൽക്കേ, ഞങ്ങളുടെ അടുത്തൊക്കെ ക്രിസ്ത്യൻസാണ് താമസിക്കുന്നത്. അപ്പം പണ്ട് മുതൽക്കേ ക്രിസ്ത്യൻ പാട്ടുകൾ ഞാൻ കൊന്തയൊക്കെ ചൊല്ലാറുണ്ട് പണ്ട് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ. പക്ഷെ അതിൻ്റെ ഇടയിൽ ഈ നമ്മുടെ പ്രായത്തിനനുസരിച്ചിട്ട് നമ്മുടെ സ്വഭാവം മാറുമല്ലോ. അപ്പം അങ്ങനെ വന്നപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് വന്നു. ഞാൻ വിശ്വാസിയല്ല എന്നുള്ള രീതിയിലൊക്കെ വന്നു. പക്ഷെ അതിൽ നിന്ന് അമ്മ എന്നെ തിരിച്ചു കൊണ്ടുവന്നു എന്നുള്ളതാണ്. എന്തായാലും അമ്മയ്ക്കും തിരുകുമാരനും ഒരുപാട് നന്ദിയുണ്ട്.